الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. സ്നേഹമുള്ള വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന മംഗള അനാഥശാലയ്ക്ക് കീഴിലുള്ള മതപ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. തുടർന്നങ്ങോട്ട് 4-5 ദിവസങ്ങളിലായി ഇത്തരം പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. വർഷങ്ങളായി ഇത് നമ്മൾ പറയുന്നത് തന്നെ മതപ്രഭാഷണം എന്നാണ്. മതത്തിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പകർന്നു നൽകുക, അതിലൂടെ നമ്മെ സമുദ്ധരിക്കുക, സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മതം എന്ന് പറയുമ്പോൾ അതിനെ പല രൂപത്തിൽ സമീപിക്കുന്ന ആളുകളുണ്ട്. ചിലർക്ക് അതൊരു വികാരമാണ്. തൻ്റെ മതത്തിൽപ്പെട്ടവൻ എന്ത് അക്രമം ചെയ്താലും അതിനെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരോട് ഒരു പ്രത്യേക സമീപനം, അവർ എന്ത് നന്മ ചെയ്താലും അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് മതത്തെ വികാരമായി കൊണ്ട് നടക്കുന്നവർ. മതത്തിന്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എല്ലാം ഇവർ കാരണമായി ഉണ്ടാകുന്നതാണ്. മറ്റൊരു വിഭാഗത്തിന് മതം എന്ന് പറയുന്നത് അവർക്കൊരു അലർജിയാണ്. മതം എന്ന് കേൾക്കുന്നത് തന്നെ അവർക്കൊരു അലർജിയാണ്, ഒരു അസ്വസ്ഥതയാണ്. ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം മതമാണ് എന്നവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും. നാട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നതും മനുഷ്യരെ പല വിഭാഗങ്ങളാക്കി വെട്ടിമുറിക്കുന്നതും ഈ മതത്തിന്റെ ശൈലിയാണ് എന്നവർ ഉദ്ഘോഷിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് മതത്തെ ജീവിതോപാധിയാക്കിയ ഒരു വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഒരു ജീവിതോപാധിയാണ്. മതത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട മതവിശ്വാസികളെ ചൂഷണം ചെയ്ത് ധാരാളമായി ധനം സമ്പാദിക്കുക എന്നതാണ് അത്തരത്തിലുള്ള ആളുകൾ മതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പല വിധത്തിലുള്ള ചൂഷണങ്ങളും തട്ടിപ്പുകളും നിത്യേന എന്നോണം പത്രങ്ങളിലൂടെ നാം വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താനുള്ള മതം ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അത് ഒരിക്കലും ചൂഷണത്തിന്റെ മതമല്ല.
നമ്മൾ പരിചയപ്പെടുത്തുന്ന മതത്തിന് ഒരിക്കലും തന്നെ തീവ്രവാദത്തിന്റെ ചുഴയില്ല. വർഗീയത അതിന് അപരിചിതമാണ്. അത് ലക്ഷ്യമാക്കുന്നത് മനുഷ്യന്റെ ആത്യന്തികമായ വിജയമാണ്. ആ മതം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയം. ഇന്നത്തെ ശീർഷകം തന്നെ നമുക്കൊരു അല്ലാഹു പോരെ എന്നതാണ്. പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പ്രഥമമായും പ്രധാനമായും ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. തൗഹീദ്, ഏകദൈവ വിശ്വാസം. 33 കോടി ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഇതെല്ലാം ഒഴിവാക്കി നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഒരു റബ്ബ് പോരെ നമുക്ക് എന്ന ആ ഒരു ചിന്തയിലേക്കാണ് മനുഷ്യനെ പരിശുദ്ധ ഇസ്ലാം കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിന് ശേഷമാണ്. ആദർശം ക്ലിയർ ആവാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ക്ലിയർ ആവാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നത് തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭൗതിക രംഗത്ത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും കുലങ്കുശമായി ചർച്ച ചെയ്യുകയും അതിൽ അവഗാഹം നേടുകയും അതിനെക്കുറിച്ച് ചർവിത ചർവണങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ പടച്ച തമ്പുരാനെ കുറിച്ച് ആലോചിക്കാൻ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ്, എനിക്ക് പോകാനുള്ളത് എവിടേക്കാണ്, ഈ രൂപത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാതെ കേവലം ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ആത്യന്തികമായ വിഷയങ്ങളെ വിസ്മരിക്കുന്ന ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ എന്നല്ല എക്കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ വചനം. ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി ആ ആയത്തിൽ പ്രതിപാദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിനു പുറമെ അല്ലാഹു മനുഷ്യന് നൽകിയ അതിമഹത്തരമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഈ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അല്ലാഹു പറയുന്നു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ് നമ്മളോട് പറയാ, വലഖദ് ഖറംനാ ബനീ ആദം, തീർച്ചയായും നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ് പറയാ. അല്ലാഹുവിന്റെ ഒരു പ്രൊഡക്റ്റായ ഈ മനുഷ്യനെ നമ്മെ സൃഷ്ടിച്ച അല്ലാഹ് പറയാ, ഞാൻ സൃഷ്ടിച്ച കൂട്ടത്തിൽ അതാ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. ഇതിൽ തുടർന്ന് പറയുന്നത്, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നാം അവരെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തിരിക്കുന്നു. വറസഖനാഹും മിനത് ത്വയ്യിബാത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്തു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അഥവാ നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. മനുഷ്യനെ മാത്രമല്ല അല്ലാഹു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, മറ്റു ധാരാളക്കണക്കിന് ജീവജാലങ്ങളുണ്ട് ഈ നാട്ടിൽ, ഈ ലോകത്ത്. സഹോദരങ്ങളെ, അവർക്കും അല്ലാഹു തആല ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യന് ചെയ്തു കൊടുത്ത അതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 79-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹ് നമ്മളോട് പറയാ, അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫിൽ ജവ്വിസ് സമാ, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളെ അവൻ നോക്കുന്നില്ലേ?
മാ യംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് അവയെ ആകാശത്ത് താങ്ങി നിർത്തുന്നത്. സഹോദരങ്ങളെ, പാറിക്കളിക്കുന്ന പറവകളെ, പക്ഷികളെ അവൻ നോക്കുന്നില്ലേ? ആരാണ് അതിനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്നത്? ഇങ്ങനെ ഒരു കഴിവ് മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഒരു പക്ഷിക്ക് അത് ജന്മസിദ്ധമായി അല്ലാഹു തആല നൽകിയതാണ്. അഥവാ അവർ പരിശീലിച്ച് നേടിയ ഒരു കഴിവല്ല. ഒരു മൃഗത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പശുക്കുഞ്ഞ് ജനിച്ചാൽ, അതല്ലെങ്കിൽ ഒരു മൃഗത്തെ നമ്മൾ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ അവർക്ക് നീന്തി രക്ഷപ്പെടുവാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല കൃത്യമായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കുന്നത് പോലെ ആരും ആ പശുക്കുഞ്ഞിനെയോ ഒരു മൃഗത്തെയോ നീന്താൻ പഠിപ്പിക്കുന്നില്ല. അത് അല്ലാഹു സ്വതസിദ്ധമായി അല്ലെങ്കിൽ അവർക്ക് ജന്മസിദ്ധമായി നൽകിയതാണ്. ഈ പക്ഷിയെ കുറിച്ച് പറഞ്ഞ അതേ ആയത്തിന്റെ മുകളിൽ, ആ ആയത്തിൽ അല്ലാഹു തആല മനുഷ്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയാൻ, നമ്മൾ സൃഷ്ടിച്ചതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ, ആ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ, വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നാൽ അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. നോക്കൂ, നിങ്ങൾ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു തആല വ്യതിരിക്തമാക്കുന്ന രംഗമാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ജന്മനാ നീന്താൻ കഴിവ് നൽകപ്പെട്ടിട്ടില്ലെങ്കിലും മഹാസമുദ്രങ്ങൾക്കടിയിലൂടെ പോലും ഊളിയിട്ട് പോകാനതാ മനുഷ്യൻ പരിശീലിച്ചു കഴിഞ്ഞു. ജന്മനാ പറക്കുവാനുള്ള കഴിവില്ലെങ്കിലും കോടാനകോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഗ്രഹങ്ങളിൽ വരെ മനുഷ്യൻ പറന്നെത്തി കഴിഞ്ഞു. സഹോദരങ്ങളെ, മറ്റു ജീവികളുടെ കഴിവുകൾക്ക് വികാസമില്ല എന്നർത്ഥം. എന്നാൽ മനുഷ്യന്റെ കഴിവുകൾ അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അല്ലാഹു തആല നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ അത് നൽകിയതും മറ്റു ജീവജാലങ്ങൾക്ക് അത് നൽകാത്തതും അല്ലാഹു തന്നെയാണ്. ആ അല്ലാഹയാണ് നമുക്ക് വിശേഷ ബുദ്ധി നൽകിയത്. ഇതെന്തിനാ നൽകിയത്? ഇതല്ല ബുദ്ധി എന്തെന്ന് പറഞ്ഞേക്കാനാ? അല്ല സഹോദരങ്ങളെ, അഥവാ മനുഷ്യനെ അല്ലാഹു ശ്രേഷ്ഠനാക്കി എന്നുള്ളത് ആ വിശേഷ ബുദ്ധി മനുഷ്യന് ഉപയോഗിക്കുവാൻ വേണ്ടി തന്നെയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യനെ അല്ലാഹു ആദരിച്ചു എന്ന് പറഞ്ഞത് അവന് ബുദ്ധി നൽകി എന്നതാണ്. ഈ ബുദ്ധി എന്തിനാ പടച്ചോൻ നൽകിയത്? ആ ബുദ്ധി സഹോദരങ്ങളെ, അത് ഉപയോഗിക്കാനാണ് നൽകിയിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു നാൽക്കാലിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നർത്ഥം. നമുക്ക് അല്ലാഹു നൽകിയ ബുദ്ധിയും വിവേകവും ചിന്തയും ഒക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു നാൽക്കാലിയും ഒരു മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. വിശുദ്ധ ഖുർആൻ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിലെ 22-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു വസ്തുതയാണ്. അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസുകളും മാത്രം മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു പറയാ, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവർ, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ഒരു വിഭാഗമാരാണ്? സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഖിലൂൻ, ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഊമകളും ബദിരന്മാരുമാണ്. ആരെ കുറിച്ചാണ് സഹോദരങ്ങളെ ഈ പരാമർശം? വിശേഷ ബുദ്ധി ഉപയോഗിക്കാത്ത മനുഷ്യൻ കേൾക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ ഊമയും ബദിരനുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ ഇത്തരം ആളുകളെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. അവർക്ക് കണ്ണുകളുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കാതുകളുണ്ട്,
അവർ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അതേ സഹോദരങ്ങളെ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അതേ അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൾ ഉപയോഗിച്ച് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നത് അത്തരം ആളുകൾ ആരാണ്? ഇങ്ങനെ കണ്ണുകൾ ഉണ്ടായിട്ട് കാണേണ്ടത് കാണാത്തവർ, കാതുണ്ടായിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. അവർ നാൽക്കാലികളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹ് തിരുത്തുകയാണ്. അല്ല, നാൽക്കാലികളെ പോലെയല്ല, നാൽക്കാലികൾക്ക് മോശമാണ്. ബൽഹും അദല്ല്, അതിനേക്കാൾ മോശപ്പെട്ട ഒരു വിഭാഗമാണ്. വിശേഷ ബുദ്ധി റബ്ബ് നൽകിയിട്ട് ആ ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ടത് കാണാത്തവർ, കേൾക്കേണ്ടത് കേൾക്കാത്തവർ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ച ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്ത ആളുകൾ. സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് അവർ പലതും ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അതാ അവർ ഒരു നല്ലതും കേൾക്കുന്നില്ല. കണ്ണുകൊണ്ട് അവർ പലതും കാണുന്നുണ്ട്, നല്ലത് കാണാൻ അവർക്ക് താല്പര്യമില്ല. അവരതാ പലതും ചിന്തിക്കുന്നുണ്ട്, നല്ലത് ചിന്തിക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവന്റെ ബുദ്ധി അവൻ ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അവർ മൃഗതുല്യരായത്, അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടവരായി തീർന്നത്. ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് ഒരുപാട് ആദർശങ്ങളും ഒരുപാട് ഇസങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ ഉണ്ട്. നമ്മളെ മക്കളും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ പല രൂപത്തിൽ ഉന്നതങ്ങളിലെത്തിയ ആൾക്കാരാണ്. അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകൾ, നല്ല ഡിഗ്രിയുള്ള ആളുകൾ, സമൂഹത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാർ. പക്ഷേ അവിടങ്ങളിലൊക്കെ പല കാര്യങ്ങളും കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി അതിനൊരു തീരുമാനമെടുക്കുന്ന ആൾക്കാര് അവരുടെ ആദർശത്തിന്റെ വിഷയത്തിൽ, അഥവാ എന്നെ സൃഷ്ടിച്ച റബ്ബാരാണ്, എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, കല്ല് കണ്ട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെയുള്ള സർവ്വതിനെയും ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ എന്ത് തെരഞ്ഞെടുക്കണം, ഞാൻ എവിടെ നിൽക്കണം, എന്റെ നിലപാട് എന്തായിരിക്കണം എന്ന് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാറില്ല എന്ന്. അതിപ്പോ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ പൈക്കൽ നിന്നാല് ഇവരൊക്കെ എന്റെ ശത്രുവാകും, ഇതിനെ നിന്നാൽ ഓലിന്റെ ശത്രുവാകും. ഇങ്ങനൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവരിങ്ങനെ മാളോരമ്മായിയായിട്ട് ഇങ്ങനെ നടക്കും. അല്ലാണ്ട് റസൂൽ അതാ പറഞ്ഞു, നിങ്ങൾ അമ്മായി ആവരുത്, കൂടെ കൂടികളാവരുത്, നിലപാടുകൾ ഉണ്ടാവണം. ആ നിലപാടിൽ ഒന്നാമത്തെ നിലപാട്, പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്നത്തെ വിഷയം. നമുക്കൊരല്ല പോരേ എന്ന വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ വല്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു. ഏത് രംഗത്തും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ മുങ്ങിക്കുളിക്കും. ആരും അറിയാണ്ട കാണാത്തതുകൊണ്ടാ? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾ നമ്മുടെ അടുക്കളയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ അത് പിടിച്ചു മുറുക്കിയിട്ടുണ്ട്, വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഏത് രംഗത്തും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ മുങ്ങി കുളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചെറിയ ഒരു രോഗം വന്നാലും ഒരു അസുഖം വന്നാൽ അതിന് ചികിത്സിക്കുന്നതിന് പകരം അതിന്റെ പിന്നിലുണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളെ തേടി പിടിച്ച് ചികിത്സ വഴിമാറി പോവുകയാണ്. ഡോക്ടർമാരില്ലാണ്ട
അലോപ്പതി ഇല്ലാഞ്ഞിട്ടാ, ആയുർവേദം ഇല്ലാഞ്ഞിട്ടാണോ, ഹോമിയോപ്പതി ഇല്ലാഞ്ഞിട്ടാണോ, യൂനാനി ഇല്ലാഞ്ഞിട്ടാണോ? ഇതൊന്നും പോരാത്തതുകൊണ്ട് പല രൂപത്തിലുള്ള സിദ്ധന്മാരുടെ അടുക്കലേക്ക് പോകും. ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ പോലും പ്രിയപ്പെട്ടവരെ അല്ലാഹു അല്ലാത്ത ശക്തികളിലേക്ക് അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ ഞങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചു തരാൻ ഇവർക്ക് കഴിയും എന്ന് വിചാരിച്ച് മരിച്ചുപോയ, മൺമറഞ്ഞു പോയ മഹാന്മാരുടെ അടുക്കൽ പോകുന്ന, അവരുടെ ഖബറിന്റെ അടുക്കൽ പോകുന്ന ആൾക്കാര്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകൾ, തങ്ങന്മാരുടെ അടുക്കൽ പോകുന്ന ആളുകൾ, ബീവിമാരുടെ അടുക്കൽ പോകുന്ന ആളുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ രൂപത്തിൽ പരമ്പരാഗതമായ ആദർശം മനസ്സിലാക്കിയ ഇത്തരത്തിലുള്ള നാടുകളിൽ നിന്ന് പോലും ഏലസും ഐക്യലും കിട്ടിയ അത്തരത്തിലുള്ള മക്കളെ നമ്മൾ കാണേണ്ടി വരികയാണ്. ഞാൻ വെറുതെ പറയല്ല. ഒരു ദിവസം ഒരു കുട്ടിയോട് ഒരു കുട്ടിന്റെ കയ്യിൽ ഇങ്ങനെ ചരട് കണ്ടു. ആ കുട്ടിയോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു, മോനെ എന്തിനായി ചരട് കെട്ടിയത്? മോനെ അറിയത് പറ്റൂലെന്നൊക്കെ. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല. അല്ല എന്നാലും എന്തിനാ അപ്പൊ അത് കെട്ടി? അത് സാർ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അത് ഉമ്മമ്മ കെട്ടി തന്നെയാണ്, അസുഖമൊന്നും ഇല്ലാതിരിക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനും. മുജാഹിദ് മഹല്ലിൽ മുജാഹിദ് ഫുട്ബോൾ കേൾക്കുന്ന നമ്മളെ മഹല്ലിൽപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ പറഞ്ഞത്. എങ്ങനെ അവിടെ എത്തി? ഇത്തരം മഹല്ലുകളിലോ നമ്മുടെ മിമ്പറുകളിൽ നിന്നും ഖുർആൻ ക്ലാസുകളിൽ നിന്നും നിരന്തരം ഈ രൂപത്തിൽ ആയത്തും ഹദീസും ഓതി കേൾപ്പിച്ചിട്ടും എന്തേ കാരണം? ചിന്തിക്കണില്ല, കേൾക്കാൻ റെഡിയാണില്ല. വല്ലാത്തൊരു അവസ്ഥ. എന്താ കാര്യങ്ങള്? ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം പണ്ടൊക്കെ പള്ളിക്ക് വന്നിരുന്ന സ്ത്രീകൾ വരെ എപ്പോഴും പള്ളിക്ക് വരാത്ത, അന്ന് പള്ളി നിർത്തിയ ആൾക്കാര് ഇപ്പോഴും ചുടുവൊക്കെ വരാത്ത ആൾക്കാരുണ്ട്. അത്രക്ക് മദീന. കല്യാണത്തിന് ഒരു തലേന്ന് പോകും, മൈലാഞ്ചി കല്യാണത്തിനും മഞ്ഞ കല്യാണത്തിനും വളടാനും മൂതലിടാനും മുട്ടായി കൊടുക്കാനും ഒക്കെ ഒരു ഇമാമായിട്ടുണ്ടാവും. എല്ലാ ഫിതനക്കും ഉണ്ടാവും, എല്ലാ അന്ധവിശ്വാസവും ഉണ്ടാവും. ആ ടീം ഇവിടെ മാത്രം ഉണ്ടാവില്ല. ഇബാദത്തുകൾ മുഴുവനും കൃത്യമായി കളങ്കം വരുത്തുന്ന രൂപത്തിൽ അധാർമിക പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പൊ പുതിയ പുതിയ പരിപാടികൾ ഓരോന്ന് തുടങ്ങിയില്ലേ? കല്യാണം വരെ, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, ഇങ്ങനെ ഓരോ കാലത്തോളം ഇങ്ങനെ തന്നെ ഓരോന്നുണ്ടാവേ. അവസാനം അടുത്ത തലമുറ അത് കാണുമ്പോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേന്ന് പറയും. എന്നാൽ ഇവിടെ എങ്ങനെ ഇത് വന്നത്? എങ്ങനെ നമുക്കിടയിൽ പോലും അത് വന്നു? ഒറ്റ കാരണമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹല്ലിലുള്ള പല ആൾക്കാരും, ഞാൻ വരുന്നത് എന്റെ വീട്ടിൽ തീർക്കാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉള്ള മഹാഭൂരിഭാഗം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ള നാടാണ്. ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ അത്തരത്തിലുള്ള ആദർശം ഒരു പള്ളി പോലും ഇല്ല. എല്ലാ പള്ളിയുടെ മിമ്പറിൽ നിന്നും ഖുതുബ മലയാളത്തിൽ കേൾക്കാം. മനുഷ്യന്മാർക്ക് തിരിയണ ഭാഷ. എന്നിട്ടും ഇത് വരാൻ കാരണം എന്താ? അത്തരം മഹല്ലുകളിൽ നിന്നും അവിടുന്ന് കൊണ്ടൊക്കെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങള് ഓരോരോ ആദർശം മാറ്റാൻ റെഡിയായിട്ടില്ല. അവരവരുടെ ആണുങ്ങളെ വരെ സ്വാധീനിച്ചിട്ട് ഓരെന്ത് ചെയ്യാ? ഓരോ മക്കളൊക്കെ അങ്ങനത്തെ കേൾപ്പിച്ച് ഒരു നബിദിനം ഉണ്ടായ അന്ന് ഒരു വിരുന്ന് നോക്കി, ഒരു ശുഹദാക്കളെ നേർച്ചുണ്ടെങ്കിൽ അന്ന് ഒരു ഇവിടെ ഇല്ലാത്തവർ ഉള്ളോടത്ത് പോയി പോകും. ഒരു നേർച്ചന്റെ ചോറ് ഇവിടെ കിട്ടൂലെങ്കിൽ കിട്ടുന്നിടത്ത് പോയി പോകും. എന്നിട്ട് സർവ്വചാരങ്ങളിലും മക്കബറകളിലും അവർ പോകും. അവരെ മക്കൾ അത് ശീലിക്കും, അവരിത് കെട്ടിക്കൊടുക്കും. അവരുടെ ദുനിയാവും പരലോകവും പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ നശിക്കുകയും ചെയ്യുമെന്നാണ്. ഞാൻ വെറുതെ പറയല്ല സഹോദരങ്ങളെ, മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മുടെ മംഗളക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ചെറിയ രോഗം വന്നാല് ഒരാളിങ്ങനെ പറയാണെന്ത്, ആ രോഗം വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നാൽ, എന്തേക്കും മളെ എന്റെ കുട്ടിക്ക് ഇപ്പൊ അസുഖം, അടുത്ത കുട്ടിക്കും അതേ അസുഖ പ്രായത്തില് എന്താണ് ചെയ്യുന്നത്? പടച്ചോൻ തീരുമാനിച്ചതാണ്, പടച്ചോൻ തന്ന അസുഖം. മൂന്നാമത്തെ കുട്ടിക്കും അതേ അസുഖം. അപ്പൊ ആരോ ഇങ്ങനെ പറയും, എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയോക്കെ. അതൊന്നും അങ്ങനെ ഒന്നുമില്ല, ഇല്ലെങ്കിൽ വേണ്ട, ഇത് വെറുതെ പോയോക്കാം, ചിലപ്പോ അങ്ങനെ ഉണ്ടെങ്കിലോ. എന്നിട്ട് ഇതിന് വിശ്വാസമില്ലാത്ത ആളും വെല്ല ഇങ്ങനെ പോയോക്കാം. സഹോദരങ്ങൾ, അള്ളാഹ് പരീക്ഷിക്കും, നമ്മുടെ ഈമാൻ പരീക്ഷിക്കും, അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിക്കണമെന്നാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ചെറിയ കുട്ടികളുടെ കയ്യിലും അതുപോലെ തന്നെ കാലിലും കഴുത്തിലുമൊക്കെ ഏലസും ഐക്കലിലൊക്കെ വരിക. ഞാൻ 5 വർഷക്കാലം ഒരു വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഫുഡ് നടത്തിയത് MBS മെഡിക്കൽ കോളേജിന്റെ പള്ളിയിലാണ്. 5 വർഷക്കാലം അവിടെ സ്റ്റോർ കീപ്പർ ആയ ഒരാൾ ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ വന്ന് പറയും, നിങ്ങൾ ഫുട്ബീൽ ഇന്ന വിഷയം ഒന്ന് പറയണം. എന്താ വിഷയം? ഒന്നുമല്ല, എന്താണെന്നറിയോ, ലേബർ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കും. എന്താ പെണ്ണുങ്ങൾ? ഒന്നല്ലെങ്കിൽ മരോളയിക്കാരം അവിടെ പ്രസവിക്കാൻ ഉള്ളിൽ കിടത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മകളയിക്കാരം, അല്ലെങ്കിൽ നാത്തൂനയിക്കാരം. പത്തി മത്തിയിട്ട പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് ബേജാറായി ഇങ്ങനെ കുത്തിരിക്കുക. ഇടയ്ക്കെങ്ങാനും വാതിൽ തുറന്ന് ആ നഴ്സൊന്ന് പുറത്തേക്ക് ഇങ്ങനെ നാമ തലട്ടോക്കിനാൽ വെറുതെ പുറത്തേക്ക് വന്നാൽ എല്ലാവരും മണ്ണിച്ചില്ല. അതിൽ ഏതെങ്കിലും പേര് പറഞ്ഞാൽ മതി. സമീറ എന്ന് പറഞ്ഞാൽ ഷമീര എന്നുള്ളവരും സമീറ എന്നുള്ളവരും സമീറ എന്നുള്ളവരും എല്ലാവരും മണ്ണിച്ചില്ല. കുട്ടി പറ്റൂന്നാണ്. അവനാന്റെ കുട്ടികളല്ലെങ്കിലും ഒരു പോയി കണ്ടുകാണ്ട് ഇങ്ങനെ പോയി വെച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? കുട്ടി പ്രസവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യൻ പറയാം ഉടനെ വരുന്നത് പിന്നെ സ്റ്റോർ റൂമിലേക്ക് വരും, സ്റ്റോർ കീപ്പറേക്ക് വരും. എന്നിട്ട് 2 റുപ്യാന്റെ ചരട് വാങ്ങും, കുട്ടിന്റെ അരയിൽ കെട്ടിക്കൊടുക്കും, കറുത്ത ചരട് കെട്ടിക്കൊടുക്കും, കയ്യും ഒരു ചരടോ ചെറിയൊരു കറുത്ത കുത്ത് ഇതൊക്കെ ഇട്ടുകൊടുക്കും. എന്തിനാണിത്? ഈ ചരട് ഈ കുട്ടിക്ക് വരുന്ന അപകടം മുഴുവനും രക്ഷപ്പെടുത്തണം. ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ നന്ദികളല്ലേ. 9 മാസവും ഏതാനും ദിവസവും മാതാവിന്റെ ഗർഭാശയത്തിൽ കൃത്യമായി അല്ലാഹു തആല ആ പൊക്കിൾ കൊടി ബന്ധത്തിലൂടെ കൃത്യമായി നൽകേണ്ട ആഹാരങ്ങൾ അതിന്റെ തോതനുസരിച്ച് ആ കുഞ്ഞിന് നൽകി പരിപാലിച്ച് ആ രൂപത്തിൽ അതാ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ പിന്നെ പിന്നെന്താ ഈ 2 റുപ്യാന്റെ ചരട് ഇതിന് രക്ഷപ്പെടുത്തുന്ന വിശ്വസിച്ചാൽ ഇതിന് വലിയ നന്ദികേട് എന്താ സഹോദരങ്ങളെ? നമ്മുടെ കുടുംബങ്ങളിലില്ലേ? അത് പൈനൊന്നല്ല മൗലവി, അത് കുട്ടിന്റെ പള്ളയും കാലും കണ്ട് വേറെ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോ എന്താ പോയി കറുത്ത ചാട്ടം ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് ഒരു ഇടങ്ങേറാണ്. ഇത് അതിന് വേണ്ടിയിട്ടാണ്. ആരാ സഹോദരങ്ങളെ പറഞ്ഞ വെളുത്തൊരു ചാട്ടം കെട്ടാത്ത അതിനെ കറുത്ത് കയ്യിൽ നിന്ന് കെട്ടിക്കൊടുക്കുക ഈ രൂപത്തിൽ. ഇത് കൃത്യമായി അത് ആ ഒരു ചരട് എന്റെ കുട്ടിക്ക് വരുന്ന അപകടം അത് തടുക്കാൻ കഴിയുന്ന ജപിച്ച മന്ത്രിച്ച ഒരു ഏലസാണ്, ഐക്കല്ലാണ്, ചരടാണ് എന്ന് വിചാരിച്ച് ആ രൂപത്തിൽ അത് കെട്ടിക്കൊടുത്താൽ സഹോദരങ്ങളെ അത് ശിർക്കാണ്. പറഞ്ഞാലേ നരകത്ത് പോണ ഏർപ്പാടാണ്. ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാൽ നരകത്ത് പോണ ഏർപ്പാടാണ്. അള്ളാഹുവോട് പ്രാർത്ഥിച്ച് കിട്ടിയ ആ കുട്ടിനെ നരകത്തിൽ പറഞ്ഞേക്കാൻ തുടക്കം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അള്ളാഹ് പറഞ്ഞതാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പുതിയ ഒരു വാഹനം വാങ്ങിയാൽ അത് ഏതെങ്കിലും ഒരു ശവകുടീരത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് ശേഷമേ യാത്ര തുടങ്ങാവൂ എന്ന ഒരു ചിന്ത. അങ്ങനെ പുതിയ വാഹനം വാങ്ങിയാൽ അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനും അമ്പുറത്തേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തങ്ങൾ പാപ്പാനെ കൊണ്ടുവരിക, മൂപ്പരെ ചാവിട്ടാണ് തിരിക്കുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് ഉഴിഞ്ഞു വാങ്ങുക, എന്നിട്ട് തുടങ്ങുക. സഹോദരങ്ങളെ, മനസ്സിൽ അള്ളയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നത്. ഓരോ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം നമ്മൾ പറയില്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദ മിൻകൽ ജദ്ദ. അപ്പേ നീ തന്നത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടുത്തതിനെ തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല, നിന്റെ വിധിയെ തടുക്കാൻ ലോകത്തെ ശക്തിയെ കൊണ്ടും സാധ്യമല്ലെന്ന് കൃത്യമായി റബ്ബിനോട് ആവർത്തിച്ച് 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം റബ്ബിനോട് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, അവന്റെ ഒരു വാഹനം വാങ്ങുമ്പോ അതിന്റെ ആദ്യത്തെ യാത്ര ഏതെങ്കിലും ജാറത്തിലേക്ക് ആകണമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ തുടങ്ങുക. പടച്ചോനെ വരവേൽപ്പിക്കണം, അങ്ങനെയാണ് തുടങ്ങേണ്ടത്. പക്ഷെ ഇതൊന്നും വിശ്വാസമില്ലെങ്കിലും പെണ്ണുങ്ങൾ പറയാണെന്ന് ഒരു തന്നതാണ്, കുറച്ചൊരു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പറയാണ്, അമ്മോശാക്ക പറഞ്ഞു, അമ്മായിമ്മ പറഞ്ഞു, ഒന്ന് അവിടെ പോയി നോക്കാൻ. അത് നമുക്ക് ശരിയാവില്ല, പുതിയാപ്പിള മംഗളക്കാരനാണ്, മുജാഹിദ് മഹലൊക്കെ, അത് നമുക്ക് ശരിയാവില്ല, അങ്ങനെ ഒന്നും അല്ല, നിങ്ങൾ ഇനിയിപ്പോൾ അതിനൊന്നും പറയണം, അങ്ങനെ ഇപ്പം അങ്ങനെ ആയിക്കോട്ടെ. ഈമാനില്ല, നിലപാടില്ലാത്ത, നട്ടലില്ലാത്ത ഏർപ്പാട്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ ആദർശം നമ്മൾ പ്രകടമാക്കേണ്ടത്, ക്ലിയർ ആക്കേണ്ടത്. പടച്ചോന് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്, ആൾക്കാർക്ക് ഒപ്പിച്ചു പോകാനല്ല. വീട് നിർമ്മാണം എന്നുമാണെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങാണ്.
കന്നിമൂല നോക്കുക, വാസ്തുശാസ്ത്രം നോക്കുക, കന്നിമൂല നോക്കുക. എന്താ കന്നിമൂല? കന്നിമൂലയിൽ ബെഡ്റൂം വരണമെന്നും അവിടെ ഗൃഹനാഥൻ അന്തി ഉറങ്ങണമെന്നും അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള വിശ്വാസം. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസമാണ്. അവരാ വിശ്വാസം കൊണ്ട് നടന്നോട്ടെ, അത് അവരുടെ ആദർശമാണ്, അവരുടെ വിശ്വാസമാണ്. ഇസ്ലാമുമായിട്ട് അതിന് എന്താ ബന്ധം സഹോദരങ്ങളെ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല. എന്നാലും അതിനൊരു പ്രത്യേക ആളെ കൊണ്ടുവരിക, എന്നിട്ട് കന്നിമൂല നോക്കുക. സഹോദരങ്ങൾ, എനിക്കുണ്ടായിട്ട് അങ്ങനെ അനുഭവമുണ്ടായിട്ട് 5 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കാൻ നേരത്ത് കുറ്റിയടിച്ചത് നമ്മൾ തന്നെ കുറ്റിയടിച്ചത്. അതുകൊണ്ട് അതിന് ആരെയും കൊണ്ടുവരില്ല. അടുക്കളയുണ്ടാക്കി ആ അടുപ്പുണ്ടാക്കാൻ സമയത്ത് ജോലിക്കാരനെ കൊടുത്ത് അടുപ്പുണ്ടാക്കാൻ പറഞ്ഞപ്പോ അയാൾ അടുപ്പുണ്ടാക്കണില്ല, അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. അത് മുമ്പ് ഇങ്ങനെ നിന്നിട്ട് പറയണം ഇവിടെ ശരിയാവില്ല. എന്താ പ്രശ്നം? ഇത് കന്നിമൂലയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഞ്ഞിക്കാൻ തന്നെയാണ് അടുപ്പുണ്ടാക്കുന്നത്, കന്നിമൂലയിൽ തന്നെ നല്ലത് വെക്കേണ്ടത്. എനിക്കറിയില്ലേത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതല്ല, കന്നിമൂലയിൽ ബെഡ്റൂം വരണമെന്നും അവിടെ ഗൃഹനാഥൻ അന്തി ഉറങ്ങണമെന്നും ഇല്ലെങ്കിൽ അനിഷ്ടമുണ്ടാകുമെന്നും ഉള്ളത് ഒരു ശാസ്ത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്കല്ലേ പ്രശ്നം, ഞാനത് അനുഭവിച്ചോളം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പണിയെടുക്കാൻ പറ്റൂല എന്ന് അയാൾ പോയി. വേറെ ആളെ കൊടുന്ന് അയാളും പണിയെടുത്തില്ല. അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കിയ അടുപ്പിലാണ് ഇന്നും കഴിഞ്ഞിട്ട്. ഇതുവരെ കഞ്ഞുടി മുട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ആരാ കൂട്ടരേത് പറഞ്ഞു? അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആലോചിച്ചപ്പോൾ പ്രളയം വന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. പ്രളയം വന്നപ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള സ്കൂളുകളിലൊക്കെയാണ് ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. കന്നിമൂല നോക്കിയിട്ടാണ് ഏതെങ്കിലും സ്കൂൾ ഉണ്ടാക്കിയത്. കന്നിമൂലയും വാസ്തുശാസ്ത്രവും ഒക്കെ നോക്കി ഉണ്ടാക്കിയ വീട് മുഴുവൻ വെള്ളത്തിൽ. ആ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഏതെങ്കിലും എൽ പി സ്കൂളിൽ ഇതൊന്നും നോക്കാതെ ഉണ്ടാക്കി. ഇതൊക്കെ തട്ടിപ്പാന്നുള്ളത്. അത് അത്യാവശ്യം ബുദ്ധി ഉപയോഗിക്കണം മനുഷ്യനെ. അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ആ ബുദ്ധി ഒന്ന് ഉപയോഗിക്കും. നമുക്ക് ഇതൊക്കെ ഒഴിവാക്കി പഠിച്ചോ പോരെ, ആ റബ്ബിൽ വരവേൽപ്പിച്ചാൽ പോരെ എന്നാണ് കന്നിമൂല നോക്കുന്ന ഏർപ്പാട്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരുന്നതല്ല അന്ധവിശ്വാസത്തിന്റെ മേഖലകൾ. ഇതിൽ ഉത്തമ സമുദായമായ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഒരുപടി മുന്നിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിശ്വാസ ദൗർബല്യമാണ്. അള്ളാഹ് പറഞ്ഞു നമ്മളൊക്കെ കണക്കാക്കുന്ന അള്ളാഹ്, ആ അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കേണ്ട രൂപത്തില് പല ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണിത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. തനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നൽകിയ, ഈ ഭൂമിയിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച, തന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന, തന്റെ ജീവനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ഒരു പുതിയ വാഹനം വാങ്ങുമ്പോ ആ വാഹനം കൊണ്ടുള്ള ആദ്യത്തെ യാത്ര പുറപ്പെടുമ്പോ തവക്കൽതു അലല്ലാഹ്, ഞാനെല്ലാം എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യാത്ര തുടങ്ങുമായിരുന്നു. ആ അല്ലാഹുവിൽ അവൻ എല്ലാം പരമേൽപ്പിക്കുമായിരുന്നു. ഒരു ചരടിനോ ഒരു ഏലസിനോ ഒരു ഐക്കല്ലിനോ ഒക്കെ രോഗം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് ഒരിക്കലും അവൻ വിശ്വസിക്കുമായിരുന്നില്ല. വീട് നിർമ്മാണത്തിന് കുറ്റിയടിക്കാൻ ഒരിക്കലും അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുക പോലുമില്ല. കഞ്ഞിപോലെ കുറിച്ച് അവൻ ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല. അടുക്കളയും ടോയ്ലറ്റും ഒക്കെ അതിന് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് മാത്രമേ അവൻ വെക്കുകയുള്ളൂ. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയൊരു മെസ്സേജ് കണ്ടു. എന്താ മെസ്സേജ്? വലിയൊരു രസമായിട്ട് തോന്നിയത്, ഒരു യാഥാർത്ഥ്യമായിട്ടും തോന്നി. അപ്പൊ എന്താ, ഒരാള് ഒരു ഫ്ലാറ്റില് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ, വളരെ കുറച്ച് സ്ഥലമാണ് ആൾക്കാർക്ക് ഉണ്ടാകുക. അതിലൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോ നാട്ടിലെ ഉസ്താദ് പറഞ്ഞത്രേ, ഇവിടെ വീട് വെക്കാൻ പാടില്ല, ഈ വീട് പൊളിക്കണം. കാരണം ഇവിടെ ഒരുപാട് കാലം മുന്നേ മരിച്ചു പോയിട്ടുള്ള ഒരു ഉപ്പാപ്പാന്റെ അവർ ഊഹ് ഇവിടെ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ടൊരു ബാധ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വീട് പൊളിക്കണം. അപ്പൊ ഒരാൾ ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് വിചാരിച്ച ആകെ ഇടങ്ങാറായി. അപ്പൊ ഒരാൾ നിർദ്ദേശം പറഞ്ഞു, ഒന്നും വേണ്ട, ഉസ്താദ് ഞങ്ങളെ പെരയ്ക്ക് സൽക്കരിച്ചിട്ട് നിങ്ങൾ ഒരു നല്ല പത്തിരി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.
പത്തിരി ഒക്കെ വെച്ചിട്ട് ഉയർച്ചയും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി വെച്ചു. പക്ഷെ പത്തിരിന്റെ മുകളിൽ കറി നിങ്ങൾ വെക്കരുത്, പത്തിരിന്റെ അടിയിൽ കറി വെച്ചിട്ട് അതിന്റെ മുകളിൽ പത്തിരി വെക്കണം. ഉസ്താദിന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ കൊണ്ടുപോയി വെച്ചപ്പോൾ ഉസ്താദ് ഇങ്ങനെ പത്തിരിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ സംസാരങ്ങൾ കറി കൊണ്ടുവരുന്നത്. അപ്പോ ഈ ഗൃഹനാഥൻ ഇങ്ങനെ പറയുന്നത്, കറി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്ത് മനുഷ്യനാണെങ്കിൽ ഒരുപാട് കാലം മുന്നേ ജീവിച്ചു പോയി മരിച്ചു പോയ ആളെ റൂഹ് ഇവിടെ ഈ കെട്ടിടത്തിന്റെ അടിയിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾക്ക് ഈ പത്തിരിന്റെ അടിയിൽ ഞാൻ ഒഴിച്ചു വെച്ച കറി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് പൊട്ടിച്ചാൽ വിട്ടാൽ മതി. പൊട്ടിച്ചാൽ നിൽക്കണം, ചിന്തിക്കുക. സഹോദരങ്ങളെ, ഇതാണ് അവസ്ഥ. ഇതൊരു ചൂഷണമാണ്. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ദൃഢമായ വിശ്വാസം എന്ന് പറയുന്നത്, അഥവാ എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള ഒരു വിശ്വാസം, ഒരു ജീവിതം, ഇതൊന്നും മനുഷ്യന്മാർക്കില്ലെന്ന ആൾക്കാരെ കൽബിലുള്ള ഈമാൻ പോക്കറ്റ് അടിക്കുക, മാത്രമല്ല പോക്കറ്റിലുള്ള പണവും പോക്കറ്റ് അടിക്കുക, കൽബിലുള്ള ഈമാനും പോക്കറ്റ് അടിക്കുക. അതൊക്കെ പോയിട്ട് ഇവിടെ പോയിട്ട് ശരിയായില്ല, എന്നാ അടുത്ത ആളെടുത്ത്, അവിടെ പോയി ശരിയായില്ല മറ്റേ ആളെടുത്ത്, കാലാകാലം ഇതിൽ നടക്കുക പല പഠിച്ചോളും. അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ല പോലെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതാണ് നമ്മളോട് പറയുന്നത്, ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ അവന് അല്ലാഹു തന്നെ മതിയായവനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖ് അതിന്റെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ആരെങ്കിലും റബ്ബിൽ തവക്കുലാക്കിയാൽ അവൻ അത് മതി, പിന്നെ ആര് അവനെ ഭയപ്പെടുത്തിയാലും അവന് പേടിയില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതും അത് തന്നെയാണ്, യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫഅലൈഹി തവക്കലൂ, നിങ്ങൾ അവനിൽ ബലമേൽപ്പിക്കുക. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ, മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവയിൽ ബലമേൽപ്പിക്കല്ല, ചരണിൽ ബലമേൽപ്പിക്കല്ല, ഏലസിൽ ബലമേൽപ്പിക്കല്ല, ജോത്സ്യന്റെ അടുക്കൽ പോകല്ല, തങ്ങന്മാരുടെ അടുക്കൽ പോയി ഭാവി പ്രവചനം കേട്ട് വിശ്വസിക്കല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈഹി തവക്കലൂ, ആ റബ്ബിൽ നിങ്ങൾ തവക്കുലാക്കൂ. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി, ആരെങ്കിലും അതാ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവിനെ ഞാനിതാ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന്, അല്ലാഹുവിനല്ലാതെ യാതൊരു ശക്തിയും കഴിയുന്നില്ല എന്ന് കൃത്യമായി നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യുഖാലു ലഹു, അവനോട് പറയപ്പെടുമത്രേ, ഹുദീത വ കുഫീത, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നീ സ്വയം പര്യാപ്തനായിരിക്കുന്നു, വബുഖീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വതനഹാ അൻഹു ശൈത്താൻ, പിശാച് അവനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചോനിൽ ബലമേൽപ്പിച്ചിറങ്ങാൻ. അതറിഞ്ഞ ആളെ സംബന്ധിച്ചോളം അല്ലാഹ് പറയാം, ഓന് ഞാൻ സംരക്ഷണം കൊടുത്തോളാം. ഏലസ് കിട്ടിയവനോ ബേജാറ്, ഡോസ് ഇല്ലേ, എന്നാ അടുത്ത ആൾക്ക് പോയി വെക്കുക. ഈ തങ്ങൾക്ക് പോയി അവിടുന്ന് മാർഗമൊന്നും ശരിയായില്ലേ, എന്നാ അടുത്ത ആൾക്ക് പോവുക. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പടച്ചോനിൽ തവക്കുലാക്കിയ ആൾക്കോ രക്ഷ ഉണ്ടാകും. അതാണ് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പറഞ്ഞാലും ചിന്തിക്കൂല, എത്ര അറിഞ്ഞാലും മനസ്സിലാക്കൂല. എത്രത്തോളം സഹോദരങ്ങളെ, ശകുനം വരെ നോക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ശകുനം നോക്കുക, എന്തിനും ശകുനം നോക്കുക. ഞാൻ ഓരോന്നോരോന്ന് പറയാനുള്ള സമയമല്ല സഹോദരങ്ങളെ, ഓടിച്ചു പോവുകയാണ്. ശകുനം നോക്കുന്ന ആളുകൾ കല്യാണത്തിന് ശകുനം നോക്കൂലേ? അതൊന്നുമില്ല, നമ്മൾ അങ്ങനെ നോക്കൂല. എന്നാലും നോക്കും. ചൊവ്വാഴ്ച ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണമെങ്കിലും നമ്മളൊക്കെ മതപ്രഭാഷണത്തിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്യ ചൊവ്വാഴ്ചക്കാണ്, അന്ന് കല്യാണം ഉണ്ടാവില്ല. കാരണം എന്താ, ചൊവ്വാഴ്ച കല്യാണം നടത്താൻ പറ്റാത്ത ഒരു ദിവസമാണ് പൊതുവേ ഒരു ധാരണ. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കും അങ്ങനെയൊന്നും ശരിയല്ല. ഈ അതിന്റെ പേരിൽ ഇറങ്ങാതെ വേണ്ട വിചാരിച്ചാണ്ട് ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ആൾക്കാർ അന്ന് നടത്തൂല. എന്താ ചൊവ്വാഴ്ചക്ക് പ്രശ്നം?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒരു ദിവസത്തെയും അല്ലാഹു തആല ശകുനപ്പിഴയായി കണക്കാക്കിയിട്ടില്ല. അല്ല പ്രാധാന്യം നൽകിയ ഒരുപാട് ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, പള്ളികളുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ യാഥാർത്ഥ്യമാണ്, മാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അല്ല ഒരു ദിവസത്തെയും മോശമായി കണക്കാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കല്യാണം, കല്യാണ നിശ്ചയത്തിൽ ഒരാൾ പറഞ്ഞതാണ്, എന്താ തിങ്കളാഴ്ചയും കല്യാണം നടത്താൻ പറ്റൂല. അപ്പൊ എന്താ ചൊവ്വാഴ്ച പറ്റൂല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പൊതുവെ. എന്താ ചൊവ്വാഴ്ച പറ്റാത്ത? ചൊവ്വാഴ്ച കല്യാണം നടത്തി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് അവരെ അറിയിക്കൂടുക, അത് ചൊവ്വാഴ്ച രാവിലെ ആകും. അത് ശരിയല്ല. ഇത് കേട്ടുകൊണ്ട് ആരോ നടത്താതെ കണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിഡിത്തമാണ്, ഭീരുത്വമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാ. ശകുനം നോക്കൽ ശിർക്കാണ്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. നല്ല ദിവസം നോക്കുക. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം അവരെ വീട്ടിലൊന്നും നടക്കൂല, ഒരു കല്യാണം നടത്തുക. നിങ്ങൾ ആലോചിച്ച് മുഹറം 10-ന്, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം ശകുനപ്പിഴയായിട്ട് കണക്കാണ്. എന്തിനധികം സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് ചില ദിവസങ്ങൾ വസ്ത്രം എടുക്കാൻ പാടില്ല, ഡ്രസ് ധരിക്കാൻ പാടില്ല. ആ ഡ്രസ് ധരിച്ചാൽ പ്രശ്നമാണ്. തടവ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഒരു ഗ്രന്ഥത്തില് കാവ്യ രൂപത്തിൽ പറയുന്നുണ്ട്, ശനിയാഴ്ച ഒരു പുതിയ ഡ്രസ് എടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഞായറാഴ്ച പാടില്ല, ചൊവ്വാഴ്ച പാടില്ല എന്നൊക്കെ പറയുന്നു. നോക്കൂ നിങ്ങൾ, ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണം നല്ലതല്ല സഹോദര, അത് വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്ന. ശനിയാഴ്ച കാലം വല്ല ഡ്രസ് കൊടുത്താല് ജസദിനാണ് ശരീരം, ശരീരത്തിന് അസുഖം വരുന്ന പറയണത്. എന്നിട്ടോ ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പരനാശവും അതിനാൽ വരാനിടയുണ്ട്. ഈ വീണതായി നശിക്കേണ്ടതാണുണ്ട്, മോഷ്ടിച്ച് കൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ എപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. ഹമ്മ എന്ന് പറഞ്ഞാൽ മനക്ലേശം. ആ ചൊവ്വാഴ്ച അങ്ങനെ ഒരു ഡ്രസ് എടുത്താല് എന്നും മനക്ലേശമായിരിക്കും അത്രേ. ആരാ സഹോദരങ്ങളെ ഇത് ഈ രീതിയിൽ പഠിപ്പിച്ചത്? ഇത് വിശ്വസിക്കുന്ന ആളുകൾ, അത് ഫോളോ ചെയ്യുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഒക്കെ ശകുനം കണക്കാക്കുന്ന അത്തരത്തിലുള്ള ഒരു സമൂഹം, ഈ സമൂഹത്തിലെ മഹാഭൂരിഭാഗവും അതാ മുഹറം മാസത്തെയും അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെയും ഒന്നിനും പറ്റാത്ത ദിവസങ്ങളായി എണ്ണുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർ പ്രചരിപ്പിക്കുന്നതും അവരുടെ കലണ്ടറുകളിലുമൊക്കെ ആ ദിവസങ്ങൾ ശകുനപ്പിഴയായി അവർ കണക്കാക്കുന്നു. അവരുടെയൊക്കെ കലണ്ടറുകളിൽ മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നഹ്സാണ് എന്ന് അവർ പ്രചരിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്തതാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. മറമത്തെ കഴിഞ്ഞോട്ടെ എന്നറിയാം, കല്യാണം മറമത്ത് കഴിഞ്ഞോട്ടെ, നമുക്കൊന്നും വിശ്വാസമില്ലെങ്കിലും അങ്ങനെ പദം കഴിഞ്ഞോട്ടെ, ഓരോ വെറുപ്പിക്കണ്ട. സഹോദരങ്ങൾ, ആ മാസം ശകുനപ്പിഴയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കല്യാണം നടക്കൂല, ഒരു കുടിയിരിക്കൽ നടക്കൂല, വീട് നിർമ്മാണം ആരംഭിക്കാൻ പറ്റൂല, അതേപോലെ തന്നെ പുതിയ വാഹനം എടുക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ആ മുഹറം 10-ന് അങ്ങനെ ഒരു ദോഷമുണ്ടോ? കൃത്യമായ അല്ലാഹുവിനോടുള്ള വെല്ലുവിളിയല്ലേ അത്? പടച്ചോന്റെ നിയമത്തിന് എതിരല്ലേ അത്? എന്താ മുഹറം മാസത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെ തന്നെ ഈ മൂഢമായ വിശ്വാസം നമുക്കിടയിൽ പോലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് നഹ്സ്? മുഹറം 10 നഹ്സാണ് നാളെ. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം നഹ്സാണ് എന്ന് ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം മാത്രമേ നഹ്സ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. ദുരിതം പിടിച്ച എന്ന അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിച്ചത്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 16-ാമത്തെ വചനം. അതിൽ അല്ലാഹു പറഞ്ഞത് എന്താ?
ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറിൻ ഫീ അയ്യാമിൻ നഹ്സാത്ത്. ആ ദുരിതം പിടിച്ച ദിവസങ്ങളിൽ അവരുടെ മേൽ നാം അതാ ശക്തമായ ശീതക്കാറ്റിനെ അയച്ചു. ലിയുദീഖഹുൽ അദാബുൽ ജിസി. അപമാനകരമായ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. ആരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞത്? അഥവാ ഭൂമിയിൽ അഹങ്കാരം നടിച്ച ആദ് സമുദായത്തെ നശിപ്പിച്ച ദിനമാണത്. ആ ആദ് സമുദായത്തെ നശിപ്പിച്ച ദിനമാണ് ദുരിതം പിടിച്ച ദിനം എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മുഹറം മാസത്തെ കുറിച്ച് പറഞ്ഞത് ഇതാണോ? മുഹറം മാസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുറും എന്നാണ്, അഥവാ പവിത്രമായ മാസം എന്നാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബ അതിന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശങ്ങളും ഭൂമിയും അല്ലാഹു സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാകുന്നു. ദാലികദ്ദീനുൽ ഖയ്യിം. അതാണ് വക്രതയില്ലാത്ത മതം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസഹും. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുതേ. സഹോദരങ്ങളെ, ആ മാസങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും ഒക്കെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവോ പ്രവാചകനോ പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹ് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ ശ്രേഷ്ഠതയും പ്രത്യേകതയും ഉണ്ട്. എല്ലാം നമ്മൾ നിഷേധിക്കണ്ട. ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളുണ്ട്, ശ്രേഷ്ഠതയുള്ള മാസങ്ങളുണ്ട്, ശ്രേഷ്ഠതയുള്ള സമയങ്ങളുണ്ട്. മാസങ്ങളുടെ പ്രത്യേകതയാണ് ഈ ആയത്തിൽ പറഞ്ഞത്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 പവിത്രമാണ്. ഏതാണ് ആ 4 മാസങ്ങൾ? അത് ഒന്ന് മുഹറം മാസമാണ്, മറ്റൊന്ന് റജബ് മാസമാണ്. നമ്മളുടെ ഈ മാസമുണ്ടല്ലോ, അത് റജബ് മാസം പവിത്രമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുൽഖഅദ് മാസം പവിത്രമാണ്, ദുൽഹിജ്ജ മാസം പവിത്രമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതേ, പരിശുദ്ധ റമളാൻ മാസവും പ്രത്യേകതയുള്ള മാസങ്ങളാണ്. ഇത് ശ്രേഷ്ഠതയുള്ള മാസമാണ്. ഇതിൽ പവിത്രത ഉണ്ട്, ശ്രേഷ്ഠത ഉണ്ട്. ആ ശ്രേഷ്ഠത നമ്മൾ കൽപ്പിക്കണം, അത് അംഗീകരിക്കണം. ആ ശ്രേഷ്ഠത നമ്മൾ കൃത്യമായി അതിനെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും വേണം. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ചില ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നാളത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിന് പ്രാധാന്യമുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം, ആ ദിവസവും നമ്മുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ ആ ചോദിച്ചത് അല്ലാഹു തആല നൽകുമത്രേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യുഖല്ലിലുഹാ. ആ സമയം വളരെ കുറച്ച് മാത്രമാണുള്ളത്. അപ്പൊ സമയത്തിന് പ്രത്യേകത ഉണ്ട്, ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇനിയോ ചില രാത്രികൾക്ക് പ്രാധാന്യമുണ്ട്, അതാണ് ലൈലത്തുൽ ഖദർ. ചില സമയങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്, അതാണ് വെള്ളിയാഴ്ചയിലെ ഒരു സമയം. അതുപോലെ തന്നെ ചില പള്ളികൾക്ക് പ്രാധാന്യമുണ്ട്, ചില പള്ളികൾക്ക് പ്രാധാന്യമുണ്ട്. ഏതാണ് ആ പ്രാധാന്യമുള്ള പള്ളി? 3 പള്ളികൾ പ്രത്യേക പുണ്യന്മാർ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തീർത്ഥാടനം ചെയ്യാവുന്ന 3 പള്ളികളാണ് ലോകത്തുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം, അതേ മക്കത്തെ പള്ളിയുണ്ടല്ലോ, അവിടുത്തെ ഒരു നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമാണ്. മറ്റൊന്ന് മസ്ജിദുൻ നബവിയാണ്, മദീനത്തെ റസൂലുള്ളാഹിന്റെ പള്ളിയാണ്. അവിടുത്തെ ഒരു ജമാഅത്തിന്, ഒരു നമസ്കാരത്തിന് 1000 പ്രതിഫലമാണുള്ളത്. മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസ് അഥവാ ഫലസ്തീനിലെ ആ മസ്ജിദുൽ അഖ്സയുണ്ടല്ലോ, ആ പള്ളിക്ക് പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠതയുണ്ട്. പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താവുന്ന പള്ളികളാണ്. ചില റിവായത്തുകളിൽ അതിന് 500 പ്രതിഫലമുണ്ടെന്ന് കാണുന്നു. ഈ 3 പള്ളി അല്ലാതെ വേറെ ഏത് പള്ളിയിൽ പോയി നിസ്കരിച്ചാലും നമ്മളവിടെ പോയ പള്ളിയിൽ നിസ്കാരത്തിന്റെ കൂലി തന്നെ കിട്ടാം.
നമ്പത്തെ പള്ളിക്ക് ഒരു പ്രത്യേക പവിത്രത ഉണ്ടോ? ഇല്ല, ഇല്ല. നാഗൂരിലെ പള്ളി, അജ്മീറിലെ പള്ളി, ഏർവാടിയിലെ പള്ളി, അതേ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള പള്ളികൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച മൂന്ന് പള്ളികളാണുള്ളത്. ആ പള്ളികളല്ലാതെ മറ്റുള്ള എല്ലാ പള്ളികളും നമ്മുടെ നാട്ടിലെ പള്ളി പോലെ തന്നെയാണ്. പക്ഷെ എന്ന ആൾക്കാരെന്താ പറയാ, അമ്പലത്തേക്ക് പോവുക, ഏർവാടി പോവുക, അജ്മീർ പോവുക, ആ രൂപത്തിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്തിനാ അവർക്കൊക്കെ പോണത്? അവിടെ കിടക്കണ ഔലിയ നമ്മളെ സഹായിക്കും. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര പഠിച്ചോനാണെന്നറിയോ ഓരോരുത്തർക്ക്. ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് തന്നെ CM വലിയുള്ളയാണ് എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ 10-30 കൊല്ലം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് ആരാ? നമ്മളെ മദ്രസയിൽ പഠിച്ച കുട്ടികളോട് ചോദിച്ചാലും അള്ളേന്ന് പറയും. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരോട് ചോദിച്ചാലും അള്ളേന്ന് പറയും. എന്നാൽ ഇന്ന് ഒരു വിഭാഗം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് CM മടവൂര്, അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ്, മൊഹീദ്ദീൻ ഷെയ്ഖ്, ഇവരൊക്കെയാണ് ലോകം നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം അത് CM മടവൂരാണ്. ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഒഴിവാക്കി എന്തിനാ പോവുക? അപ്പൊ ഈ ജാറങ്ങളുടെ അടുക്കിലേക്ക് എന്തിനാ പോണത്? സന്താനങ്ങളില്ലാത്ത ആൾക്കാർ ഒരു ജാറത്തിന്റെ അടുക്കൽ പോകും. കന്നുകാലികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായാലും വേറൊരു ജാറത്ത് പോകും. കുട്ടികളുണ്ടാകാൻ വേറൊരു ജാറത്ത്, അസുഖം മാറാൻ വേറൊരു ജാറത്ത്. ഏർവാടിയിലെ അവിടെ പോയി അസുഖം മാറാൻ വേണ്ടി ചികിത്സ തേടുന്ന ആൾക്കാർ, മമ്പുറത്തേക്ക് നേർച്ചയാക്കുന്ന ആൾക്കാർ. എന്താണ് ഇപ്പൊ ഇതിൻ്റെയൊക്കെ അവസ്ഥ? ഓരോരുത്തർക്കും മഴ പെയ്യിപ്പിക്കാൻ, മഴ പെയ്യാൻ പ്രത്യേക കൊടി പിടിച്ച് നടക്കുക. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും പ്രചാരമല്ലെങ്കിലും മെല്ലെ മെല്ലെ നമ്മുടെ നാട്ടിൽ കൂടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. 33 കോടി ജനങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവങ്ങളാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആരാ നമ്മളെ പഠിച്ചത്? ഒരല്ല പോരേന്നാണ്. ഇതല്ലാതെ സകല ജാറങ്ങളിലും മക്ബറകളിലും സിദ്ധന്മാരുടെ അടുക്കലും പോയിട്ട് കൈനീട്ടി നോക്കിയാൽ സഹോദരങ്ങളെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അവർ നമ്മക്കെതിരെ എന്തെങ്കിലും ചെയ്തോ, ഇവരെന്തെങ്കിലും ചെയ്തോ, ഈ സംശയവും ഇതിന് പ്രതിവിധിയായിട്ട് ഇങ്ങനെ നടന്നാൽ ആ നിർഭയതകൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് SA ജമീൽ അദ്ദേഹം തൗഹീദ്ഗാനം എന്ന നിലക്ക് അദ്ദേഹത്തിന് പാടിയൊരു പാട്ടുണ്ട്. ഏതായാലും നമ്മൾ ഒരു 2 മണിക്കൂർ വയത് പറഞ്ഞേക്കാൾ നല്ലത് ഒരു 3 മിനിറ്റ് പാട്ട് കേട്ടാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആൾക്കാർ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾക്കൊരല്ല പോരേന്നാണ്. ഒരല്ല പോരേ എന്നുള്ള ആ ചോദ്യം അള്ളന്നെ ചോദിക്കുന്നത്. ആ ആയത്തിന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 36-ാമത്തെ ആയത്തിന് അതിന്റെ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാവ്യരൂപത്തിൽ ഒരുപാട് കാലം മുന്നേ തന്നെ കാവ്യരൂപത്തിൽ രചിച്ചതാണ്. എന്താണ് ആ പാട്ടിൽ പറയുന്നത് അറിയാം? അഖിലാണ്ടനാഥൻ അല്ലാഹു ആണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ, ആരാധ്യനായി അല്ലാഹു ഏകൻ, അല്ലാഹു മാത്രം അതുപോരെ, പ്രാർത്ഥനക്ക് പ്രത്യുത്തരമേകും അല്ലാഹുവിന്റെ നേരെ, അർച്ചനയും ആരാധനയും ഏക റബ്ബിന്റെ നേർക്ക് പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ. ഒരല്ല പോരെ. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്തറിയുന്ന ആ അല്ല പോരെ നമുക്ക്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യല്ലേ. ഏതാണ് അല്ല? എവിടെ ജനിച്ച അള്ളയാണോ, മരിക്കുന്ന അള്ളയാണോ, ക്ഷീണമുള്ള അള്ളയാണോ, ഉറങ്ങുന്ന അള്ളയാണോ? അല്ല സഹോദരങ്ങളെ, ഏതാണല്ല? ഏതാണ് ആ റബ്ബ്? കൃത്യമായി പറയാണ്. സൂര്യചന്ദ്ര നക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ, സൂക്ഷ്മജീവി പരമാണ് തൊട്ട് കോടാനകോടി സൃഷ്ടിജാലങ്ങൾ, സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താനെ ചുറ്റുമൊരീ ശൂന്യാകാശം, സകലം പടച്ച റബ്ബിന്റെ നേർക്ക് പോരേ നിൻ ഭക്തിയാവേശം, അല്ലാഹു മാത്രം അത് പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നമ്മൾക്കൊരല്ലാഹു പോരേ.
ലാത്ത ഉസ്സ പോലുള്ള ബിംബ പൂജാതി കർമ്മങ്ങൾ അവർ കഴിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് വിട്ടവർ വഴിപിഴച്ചു. നിങ്ങൾ ലാത്ത ഉസ്സ പോലുള്ള ബിംബ പൂജാതി കർമ്മങ്ങൾ അവർ കഴിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് വിട്ടവർ വഴിപിഴച്ചു. അക്കാലം തൊട്ട് അല്ലാഹനെ വിട്ട് ആരാധിച്ച അതേ കൂട്ടർ എക്കാലത്തും അതിക്കാലത്തും നിന്നും ഇവിടെയും ആ കൂട്ടർ. അല്ലാഹു മാത്രം അത് പോരെ, നമ്മൾക്കൊരല്ലാഹു പോരെ, നമ്മൾക്കൊരല്ലാഹു പോരെ, നമ്മൾക്കൊരല്ലാഹു പോരെ. കൊടി കുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയ കുത്തിറാത്തീപും മാലയും ബൈത്തും ഖബറോത്തും മൗലൂദും. അല്ലാഹ്ക്ക് വേണ്ടി അല്ലാതെ നേർച്ച വഴിപാട് ശിർക്ക് ബിദ്അത്ത് എല്ലാം ഒഴിച്ച് റബ്ബിന്റെ നേർക്ക് പോരെ നിന്റെ ഇബാദത്ത്. അല്ലാഹു മാത്രം അത് പോരെ. നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയും ഒന്നല്ലേ, നാനാവിധ ദർഗാ പൂജയും ജാറം മൂടലും മുത്തലും ഇന്നില്ലേ. ശൈഖ് മുരീദും തങ്ങൾ ത്വരീഖത്തുമല്ല മുസ്ലിം ശരീഅത്ത്. ശൈഖ് മുരീദും തങ്ങൾ ത്വരീഖത്തുമല്ല മുസ്ലിം ശരീഅത്ത്. ശൈത്താനെ വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്. അല്ലാഹു മാത്രം അത് പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നമ്മൾക്കൊരല്ലാഹു പോരെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനത സൂറത്തു സുമറിലെ 36-ാമത്തെ വചനത്തിന്റെ മാനയാണത്. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ ദാസന് ഒരു അല്ല പോരെ, തന്റെ അടിമക്ക് ഒരു അല്ല മതിയായവനല്ലയോ? ഇതിന് മറുപടി പറയേണ്ടത് വാക്കിലൂടെ മാത്രമല്ല സഹോദരങ്ങളെ, പ്രവൃത്തിയിലൂടെ കൂടെയാണ്. കാരണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിക്കനുസരിച്ചിരിക്കും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും മനുഷ്യന് അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം, സന്തോഷങ്ങൾ ഉണ്ടാകാം. ആ സന്ദർഭങ്ങളിലൊക്കെ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അല്ല പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ടവരെ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതെ, കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, പട്ടിണി തന്നുകൊണ്ട് പരീക്ഷിക്കും, ആൾ നഷ്ടം തന്നുകൊണ്ട് പരീക്ഷിക്കും, ധനനഷ്ടം തന്നുകൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹനെ മറന്നുകൊണ്ട് മറ്റുള്ള ശക്തിയിലേക്ക് പോകണം എന്നല്ല. ക്ഷമ അവലംബിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ആ ക്ഷമിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു തആല തുറന്നു പറയുകയാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, തങ്ങൾക്ക് വല്ല ആപത്തോ മുസീബത്തോ സംഭവിച്ചാൽ, വല്ല കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വിശ്വാസികൾക്ക് സംഭവിച്ചാൽ, അവർ ഉടനെ തന്നെ അതിന്റെ പ്രതിവിധിയായി ഒരു ചരട് കിട്ടുകയല്ല ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ പകരമായി കൂടോത്തരം ചെയ്യുകയല്ല ചെയ്യുക, അവൻ മാരണം ചെയ്യുകയല്ല ചെയ്യുക. ആ രൂപത്തിൽ അവൻ ജോത്സ്യന്റെ അടുക്കൽ പോവുകയല്ല ചെയ്യുക, കബടി നിരത്തുകയല്ല ചെയ്യുക, തങ്ങൾ പാപ്പാന്റെ അടുക്കൽ പോവുകയല്ല ചെയ്യുക. ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരാണെന്ന് ഇസ്തിർജാ ചെയ്യുന്നവരായിരിക്കും. ആകെ നമ്മൾ പറയണ്ട ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുമ്പോ കേൾക്കുന്നത്, മരിച്ചത് കേൾക്കുമ്പോ പറയാനുള്ളതാണ്. അല്ല, വിശ്വാസി മുസീബത്ത് ഉണ്ടാകുമ്പോഴൊക്കെ പറയേണ്ടതാണ്. അത്
നമ്മളിപ്പോ ഇന്നാലില്ലായി മരിച്ചത് കേട്ടാനുമില്ല. മൊബൈലിൽ ഏറ്റവും നല്ല ഇന്നാലില്ലായിന്റെ സ്റ്റിക്കർ ആരാടുക? ഓനാ ഭയങ്കര മയ്യത്തിന്റെ അല്ലിയ അഹ്ലുകാരൻ. പ്രാർത്ഥന ഒന്നുമില്ല ഇപ്പൊ. ആമീൻ ആമീൻ ആമീനുമില്ല. അല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ. മയ്യിസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനയും കൂടി ഇരട്ടെ. ഇന്നാലില്ലായി ആ പ്രാർത്ഥനയും മലയാളത്തിലെ അർത്ഥം കൂടി അങ്ങോട്ട് വിട്ടുകൊടുക്കും. പിന്നെ കഴിഞ്ഞ അവളെ ബാധ്യത. സഹോദരങ്ങൾ, ഇത് മരിച്ചുമ്പോ പറയാനല്ല, മരിച്ച് കേട്ടാൽ മാത്രം പറയാനല്ല. ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ, ഒരു എടുങ്ങേറ് സംഭവിച്ചാൽ ഇന്നാലില്ല കൂടി പോയി പറഞ്ഞോക്കോളൂ. അതിനിപ്പോ ആരെ മരിച്ചത്? അത് അതിനുള്ളതല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സംഭവിച്ചാൽ പറയേണ്ട വാക്കാണത്. അതാണ് ഈമാനുള്ള ആൾക്കാർ. അല്ലാതെ ഇടങ്ങാറുണ്ടാവുമ്പോ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഒക്കെ ചരടിട്ട ഒരു കുട്ടി പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യുക? ചരടിട്ട് ഒരു കുട്ടി പരീക്ഷക്ക് മാർക്ക് കിട്ടാൻ ചരടിട്ട എവിടുന്ന് ആ കൂട്ടുകാരെ നമ്മൾ ശരിയാണ്? ഇത് എവിടുന്ന് വന്നത്? ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോഴും പതറാതെ ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുക അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. എനിക്കെന്റെ റബ്ബ് മതി, ഒരേ ഒരു റബ്ബ് മതി എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവൻ, ആ റബ്ബിൽ വരമേൽപ്പിക്കുന്നവൻ മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ മതിയായവനല്ലേ എന്ന് ചോദ്യം ചോദിക്കുന്നത്. അതിനെ തുടർന്ന് പറയുന്ന വിഷയം അതിലേറെ ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ. തുടർന്നുള്ള പറയുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാരങ്ങനെ അല്ലല്ലാത്തവരെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പേടിക്കും. ഒരാളോട് ഒരു പച്ച നോണ പറഞ്ഞ ഒരുത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ വല്ലാഹി ഒന്ന് പറഞ്ഞ വല്ലാഹി മൂന്നട്ടം പറയും. പച്ച നുണയിക്കാരൻ പറയും. കാരണം ഒരു പേടിയില്ലോ, മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അതേ മനുഷ്യനോട് തങ്ങൾ പാപ്പാന്റെ പേരിലോ സത്യം ചെയ്ത അത് കൊണ്ടുവരാം. കാരണം എന്താ? തങ്ങൾ പാപ്പാനെ പടച്ചവനേക്കാൾ പേടിയും ഭയം. അള്ളാനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങനെയാണ്. അയാളെ കുറ്റത്തിന് ഇട്ടോ എന്ന് പറയും. എത്ര അന്ധവിശ്വാസങ്ങൾ. വണ്ടി ഇങ്ങനെ രാവിലെ സ്റ്റാർട്ട് ചെയ്താല് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുക, ഉടനെ ഒരു പൂച്ച വരെ ഇങ്ങനെ പാഞ്ഞാൽ മതി. ആയി എന്തോ ഒരു ദുശകുനുണ്ട്, എന്തോ ഒരു ദുശകുനുണ്ട്. എന്താ ദുശകുനം? നമ്മളെ ആയിഷത്തും തേടിയിട്ട് നമ്മളിങ്ങനെ യാത്ര പുറപ്പെടുക. ആ സമയത്ത് പൂച്ച, കറുത്ത പൂച്ചയും കൂടി ആയാൽ പറയും വേണ്ട, കറുത്ത പൂച്ച പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു ദുശകുനാണ്. ഒരു സഹോദരൻ പറയാം, അവരെ യാത്ര പോകുന്ന സമയത്ത് പുറത്തിരിക്കണ സുഹൃത്ത് പൂച്ച കുറുകെ പാഞ്ഞപ്പോൾ നിർത്ത് വണ്ടി നിർത്തുക. എന്തേ പൂച്ച പാഞ്ഞ അതിനർത്ഥം ഇറങ്ങിയാറോ വണ്ടി ഓഫാക്കെ, ആ വണ്ടി ഓഫാക്കെ ഇറങ്ങാൻ ഇനി ആദ്യത്തെ കാട്ടാക്കിയിട്ട് പോയി. ഇതാര ഒരു വിശ്വാസം? അതിനെന്തോ ഒരു അപകടമുണ്ട്. പൂച്ച അതിന്റെ മായിഷത്തിന് വേണ്ടി അപ്പുറത്തെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതിന് ഓടിയതാണ്. അത് നമ്മളായിട്ട് എന്ത് ബന്ധ സഹോദരൻ? ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ പടച്ചോനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ദുർബല വിശ്വാസികളുടെ മനസ്സിൽ. ഇത്തരത്തിൽ പലതും പറഞ്ഞ് ഒരു പീഡിപ്പിക്കുന്നു. ഇപ്പൊ രാത്രി ഇങ്ങനെ ഇരിക്കുക, പ്രത്യേക കൊച്ചങ്ങനെ ആരോ മരിച്ചാണ്. അപ്പൊ പറയാം ആരോ മരിച്ചാണ്, എന്തോ ഒച്ചങ്ങനെ കേൾക്കുന്നു, മരിച്ചാണ്. നമ്മൾ പറയും കാക്കറ അവിടെ ഇങ്ങനെ കുറവുന്നുണ്ട്, ഇന്നേര് വരാണ്ട്. നമ്മളെ ആൾക്കാരടിയിൽ നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ള ചർച്ചകളാണ്. ആരത് പഠിപ്പിച്ചത്? കാക്ക കൊടുക്കുന്നത് വിരുന്നേര് വരാൻ. രണ്ട് മൈനനെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കാണാം, മൈനപ്പക്ഷികൾ. ആ സന്തോഷമാണ്, ഒറ്റയാണ്. അത് ദുഃഖമാണ്. ഇങ്ങനെ കാരിക്കൊട്ടനെ നേരം വെളുക്കുമ്പോഴത്തേൻ കാണാം. അത് കാരിക്കൊട്ട കാണാം. ഇങ്ങനെ പോകുമ്പോ കാരിക്കൊട്ട കാണാം. ഇന്നത്തെ നേരം വെളുക്കുമ്പോ തന്നെ കാരിക്കൊട്ടയെ കണ്ട ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഒരുത്തം വന്നാൽ കടം ചോദിച്ചു. കൈനീട്ടം മോശം, കച്ചവടക്കാർ വിചാരിക്കുകയാണ്. രാവിലെ തന്നെ കടം ചോദിച്ചു. കൈനീട്ടാണ്. എന്താ കൈനീട്ടം? അവനാണ് കിട്ടാതെ കിട്ടില്ല. അതല്ല നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചത് പക്ഷോനെ നീ തന്നത് തടുക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കൂല, കാരിക്കൊട്ടക്കും സാധിക്കൂല, കറുത്ത പൂച്ചക്കും സാധിക്കൂല, മൈനക്കും സാധിക്കൂല, ഒന്നിനും സാധിക്കൂല. നീ തന്നത് തടുക്കാൻ സാധിക്കൂല, നീ തടുത്തത് തരാനും സാധിക്കൂല. നിന്റെ വിദ്യ തെടുക്കാൻ ലോകത്തൊരാളെ കൊണ്ട് സാധിക്കൂല. ആത്മാർത്ഥമായി പറഞ്ഞവരാണെങ്കിൽ ഏർപ്പാട് നിൽക്കൂല. ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ. രാവിലെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അപ്പൊ ഇങ്ങനെ ഓക്കെ ഇവിടെ അരിയില്ല, വേക്കെന്ന് കുടിക്കും. പിന്നെ ഒരു ബൈക്ക് പോകുമ്പോ വേക്കെന്ന് കുടിച്ചാൻ പാടില്ല. നമ്മൾ ആൾക്കാരെ വിശ്വാസം ചില അങ്ങനെയുള്ളൂ. ഈ രൂപത്തിൽ സലാം പറയാത്ത ആൾക്കാർ വരെ ഇത് വിളിച്ചു പറയും. അല്ലാൻ റസൂൽ കൃത്യമായിട്ട് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നിങ്ങളെ വീട്ടുകാരോട് സലാം പറയണം. അങ്ങനത്തെ ഒരു ഏർപ്പാടല്ല. സലാം പറഞ്ഞാൽ എന്തൊരു എഴുങ്ങാറാണ്. പേരക്കാരോട് സലാം പറയില്ല.
അങ്ങനെ ഒരു സ്നേഹബന്ധം ഒന്നുമില്ല. ആചാരോടൊക്കെ സലാം പറയും. അങ്ങനത്തെ ആൾക്കാർ പക്ഷേ അത് തമാശ ആയിട്ട് പറഞ്ഞു വന്നു. എന്നും പെണ്ണുങ്ങൾ ഇങ്ങനെ പറയത്രേ, ഇവിടെ അരിയില്ല മുളകില്ല, പോക്കിൽ ഇങ്ങനെ വിളിച്ചാൽ അരിയില്ല മുളകില്ല മല്ലില്ല അങ്ങനെ ഓരോന്ന് പറയാം. ഒരു ദിവസം പോയി ഭർത്താവ് നിങ്ങൾ എൻ്റെ തൊള്ളിന്ന് എന്തെന്നൊന്ന് കേൾക്കുമോ. അപ്പോ പിറ്റേ ദിവസം ഭാര്യ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ കുറച്ച് അരി കുറവുണ്ട്, മല്ലി കുറവുണ്ട്, മുളക് കുറവുണ്ട്, ഒക്കെ ഉണ്ട് കൂട്ടിയിട്ട് പറഞ്ഞു. ഇതൊക്കെ പറയുന്ന ആൾക്കാരും സഹോദരങ്ങൾ ഒരു സലാം അറിയാം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ശകുനം നോക്കി കണ്ടതിനെ മുഴുവനും പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഞാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കും. നിന്നെ പേടിപ്പിച്ചു കന്നിമൂല എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചില്ല. അത് സഹോദരങ്ങളെ പടച്ചോനല്ലാതെ ഒരു ശക്തിക്ക് നമ്മളെ ജീവിതത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കൂല എന്ന് കൃത്യമായ അടിയുറച്ച ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതെന്നറിയാം. നമ്മളെ അള്ളാഹു താല നമ്മളെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4ാമത്തെ മാസത്തിൽ കൂടിയ സമയത്ത് ഞാൻ എത്ര വറ്റി തിന്നണം എന്ന് അള്ള കണക്കാക്കി അത് തിന്നിട്ടേ ഞാൻ മരിച്ചോളൂ. നമ്മൾ എന്ന് മരിക്കണം എന്ന് കണക്കാക്കിക്കണം അന്നേ മരിക്കുള്ളൂ. അതല്ലാതെ ഇക്കണ്ട സംഗതികളൊന്നും നമ്മളെ സ്വാധീനിക്കാൻ അഭൗതികമായ അദൃശ്യമായ രൂപത്തിൽ മറ്റേതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അല്ലാഹുവല്ലാതെ ഈ ദൃഢമായ വിശ്വാസം അതാണ്. ആ അല്ല മതി എന്നാണ് മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷെ കഴിയുന്നില്ല ആൾക്കാർക്ക്. അവരെ വല്ലാതെ പേടിപ്പിക്കുമ്പോൾ ഒരു പേടിക്കാൻ. ഒരു വീട്ടില് തുടർച്ചയായി 2 കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോ അതുണ്ടാകാൻ പോകുന്ന കാരണങ്ങളെ കുറിച്ച് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ദുർബല വിശ്വാസികൾ എന്ത് ചെയ്യും? പേടിപ്പിക്കും. അപ്പോൾ പേടിക്കും, അവിടെ പോയോ കിട്ടോ, ഇഞ്ഞാലത്ത് പോയോ കിട്ടോ എന്നൊക്കെ പറയും. വിശ്വാസം ഇല്ലാത്ത ആളുകൾ അഥവാ ഇത്തരത്തിൽ അല്ലാഹുവിൽ നിന്ന് അകന്നു പോയ ആളുകൾ പരാജിതരാകുമെന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലും കൈത്തണ്ടയിലും ഒക്കെ കിട്ടുന്ന അത്തരത്തിലുള്ള ആള് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒഴിവാക്കണം. ഇപ്പൊ ചില ആൾക്കാർ അരയിലൊക്കെ ഏറെയുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വരെ എത്ര ആളുകളുടെ അരയിൽ നിന്നും കൈത്തണ്ടയിൽ നിന്നുമാണ് ഇത് ഊരി മാറ്റേണ്ട അവസ്ഥ വരുന്നതെന്നാണ് സഹോദരങ്ങളെ. ഇതായിട്ടാണ് നമ്മൾ മരിച്ചു പോണത് എങ്കിൽ സ്വർഗം കിട്ടൂല എന്ന് ഉറപ്പാണ്. ആരെങ്കിലും എന്തെങ്കിലും ആ രൂപത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി കെട്ടിയാൽ അവൻ അതിലേക്ക് വരവേൽപ്പിച്ചവനാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ അള്ളാഹ്ക്കൊരു ബാധ്യതയില്ല. അള്ളാഹുവിന്റെ കാര്യം പിന്നെ നോക്കൂല. ഓൻ നരകത്തേക്കുള്ള ആളാണ് എന്നാണ് ഈ ഉപദേശം. നമ്മൾ കൃത്യമായി ഈ ഉപദേശം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ആൾക്കാർ പറയും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് അത് പോലും മുജാഹിദുകാരാണ്, മറ്റൊരു ജമാഅത്തുകാരാണ്, ഇവര് മറ്റേ ടീമാണ്, നമ്മൾ ഈ ടീമല്ലേ, അതുപോലെ അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല സഹോദരൻ, ഇവിടെ ജമാഅത്ത് മുജാഹിദ് ഒന്നല്ല പറഞ്ഞത്. അള്ളാന്റെ ഖുർആനും ഹദീസോ പറയും, ദീനാണ് പറയുന്നത്. ആ അല്ല പോലെ ആ അള്ളാഹ്ക്ക് പകരം ഈ ചരട് അള്ളനെ വിചാരിച്ച് കിട്ടല്ല പല ആൾക്കാരും. ഈ ചരടിന് ആ തങ്ങളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ആ സിദ്ധരിൽ നിന്ന് ലഭിച്ച എന്തോ ഒരു ദിവ്യ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വല്ലവനെയും അല്ലാഹു വഴിവിളക്കിലാക്കുന്ന പക്ഷം അവനെ സന്മാർഗത്തിലാക്കാൻ ആരുമില്ല. അതേസമയം ആരെങ്കിലും അല്ലാഹു തആല ഹിദായത്തിലാക്കിയാൽ അവരെ വഴിവിളക്കുവാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സർവ്വവിധത്തിലുള്ള ശിർക്കന്നാചാരങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിന്ന് റബ്ബിലേക്ക് മാത്രം നമ്മൾ ബലമേൽപ്പിക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അതാ അല്ലാഹു അതാ നമ്മൾ പ്രവാചകനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഖുൽ യാ ഖൗമി അമലൂ അലാ മകാനതികും ഇന്നി ആമിലുൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. ബേജാറാവാതെ ബോധ്യല്ലാതെ പടച്ചോനിലേക്ക് അടുക്കാതെ ഇനി അത് ഊരി വലിച്ചെറിയാൻ തോന്നിയിട്ടില്ലെങ്കിൽ അള്ളാഹ് അവരോട് പറയാൻ വേണ്ടി പറയാണ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചോളൂ. സാധാരണ നാടൻ ഭാഷയിൽ പറയില്ലേ, തൊഴിച്ചിന് വൈക്ക് പോണില്ലേ, പോണ വൈക്ക് തൊഴിച്ചാൽ ആ രൂപത്തിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബോധ്യപ്പെട്ടില്ല. അള്ളാഹ് പറയാണ്, ഇന്നീ ആമിലുൻ, ഞാൻ എന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കും. കാരണം നിങ്ങളുടെ മേൽ എനിക്ക് ഈ ബാധ്യതയില്ല.
ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹ് തുടർന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല താക്കീത് നൽകുകയാണ്. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്നും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആളുകളോട് തുറന്നു ചോദിക്കേണ്ട ചോദ്യത്തെ കുറിച്ചും റബ്ബ് പറയുന്നുണ്ട്. ഇങ്ങനെ ഏലസ് കെട്ടുന്ന, ശകുനം നോക്കുന്ന, സിദ്ധന്മാരെ സമീപിക്കുന്ന അത്തരത്തിലുള്ള ആളുകളോടൊക്കെ നീ ഒന്ന് ചോദിച്ചു നോക്ക്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ യഖൂലുന്നല്ലാഹ്, അത് അല്ലാഹ് തന്നെ എന്ന് അവരും പറയും. അള്ളാഹുവിൽ വിശ്വാസമുള്ള ആൾക്കാർ തന്നെയാണത്. ഞാൻ സൂചിപ്പിക്കുന്നത് തൗഹീദിന് 2-3 ഇനങ്ങളുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ മുഴുവനും. പിന്നെ എവിടെ തെറ്റിപ്പോയത്? അതിനാ റുബൂബിയത്ത് എന്ന് പറയാം. റുബൂബിയത്ത് റബ്ബാണ്, എല്ലാം ആ റബ്ബാണ്. പിന്നെ പിഴച്ചത് അവിടെ ഉലൂഹിയത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ. ആ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, ആ റബ്ബിൽ മാത്രം വരമേൽപ്പിക്കുക. അവിടെയാണ് പിഴവ്. ഇവിടെ അള്ളാഹിനെയും വിളിക്കും, അമ്പർത്തക്കും പോകും, അള്ളാഹിനെയും വിളിക്കും, വേർവാടിക്കും പോകും, അള്ളാഹിനെയും വിളിക്കും, ഓമാനും ശ്രോതാക്കളെയും വിളിക്കും, അള്ളാഹിനെയും വിളിക്കും, ബദരീങ്ങളെ പാപ്പാനെയും വിളിക്കും. ഇങ്ങനെ എല്ലാ രൂപത്തിലും ആ രൂപത്തിൽ ശിർക്ക് വന്നു പോകുന്ന ആളുകൾ, സഹോദരങ്ങളെ, അത്തരം ശിർക്കൻ വിശ്വാസം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വിശാലമായ വിഷയമാണ്, സമയം അധികരിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടില് ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേർച്ചയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച എന്ന പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം എന്നാണ് കൃത്യമായിട്ട് നമ്മളൊക്കെ പറയാം. അതെല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നേർച്ച അല്ലാഹുവിന് മാത്രം എന്നത് അത് അധികം ആൾക്കാർക്കും അറിയില്ല. നേർച്ച അള്ളാഹ്ക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ നേർച്ച ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ച എന്താ? അള്ളാഹ്ക്കാണോ നേർച്ച? ബദരീങ്ങൾ പാപ്പാക്ക് നേർച്ച ഉണ്ട്. ഒരു നേർച്ച എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ശരാശരി മുസ്ലിമിന്റെ ഒരു മലയാളിയുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ? കുറെ ആന, കുറെ കച്ചവടക്കാര്, കുറെ ഉത്സവങ്ങള്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചതാണോ? ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാത്ത ഒരു പുണ്യകർമ്മം. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഇതാ ഇന്ന രൂപത്തിൽ ഞാൻ ചെയ്യും എന്ന് ഒരാൾ സ്വയം തീരുമാനിക്കുക, അതിനാ നേർച്ച എന്ന് പറയും. അതിനാ നേർച്ച എന്ന് പറയും. ഉദാഹരണത്തിന് ഫർളായ ഒരു കാര്യം നേർച്ചയാക്കാൻ പറ്റില്ല. ഞാൻ ഇനി അടുത്ത ആഴ്ച ഫർളസ്കാരം മുഴുവൻ നിസ്കരിക്കുന്ന ഒരാൾക്ക് നേർച്ചയാക്കാൻ പറ്റില്ല, കാരണം അതല്ലെങ്കിലും നിർബന്ധമാണ്. എന്നാൽ ഞാൻ ഇനി ഈ ഒരു ആഴ്ച എല്ലാ റവാത്തീബ് സുന്നത്തും ഞാൻ നിർവഹിക്കും എന്ന് ഒരാള് അള്ളാന്റെ മാർഗത്തിൽ പ്രതിജ്ഞ എടുത്താൽ അയാൾക്കത് ഫർളായി. ഇതിനാ നേർച്ചയെന്നറിയാം. ഞാൻ അള്ളാന്റെ മാർഗത്തിൽ അതിന് ആന വേണം, ആഘോഷം വേണം, അതിന് ഉത്സവങ്ങൾ വേണം. ഇല്ല, ഇതാണ് ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ രൂപത്തിൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ച നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ നേർച്ച ഉള്ള പല ആളുകൾ, ഇപ്പൊ അപ്പവാണിക നേർച്ച എന്നൊരു നേർച്ചയാണ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോടുള്ളത്. ആ നേർച്ചയുടെ പ്രത്യേകത എന്താ? ഒരാൾക്കൊരു അസുഖം ഉണ്ടായാല് ആ അസുഖം ഏത് അവയവത്തിനാണോ അസുഖം ആ അവയവത്തിന്റെ അതേ രൂപത്തിലുള്ള അപ്പം ചുട്ടിട്ട് അവിടെ കോഴിക്കോട് ആ കടപ്പുറത്തിന്റെ അടുത്തുള്ള അവിടെ കൊണ്ടുപോയിട്ട് നേർച്ചാക്കുക, എന്ന അസുഖം മാറും. അപ്പമാണിപ്പോ നേർച്ചാണ് അതിന്റെ പേര്. ഇങ്ങനെ നേർച്ച അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ആ നേർച്ച അവിടെയുള്ള ആ മുരീദ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഖ് ബർക്കത്ത് നൽകും. അവരുടെ ഹക്ക് ബർക്കത്തോടെ നമുക്ക് രോഗശമനം കിട്ടും എന്ന് വിശ്വസിക്കുക. ഈ ഒക്കെ പോട്ടെ, പലപ്പോഴും നിങ്ങൾ ആലോചിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പോലും ഞങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ബദരീങ്ങളെ ഖബർ നമ്മൾ കാണും. ഒരു ഖബറും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല. ഖബർ ഒരു ചാനലധികം ഉയർത്താൻ പാടില്ല. അവിടെ കുമ്മായ വിടാൻ പാടില്ല, പെയിന്റ് അടിക്കാൻ പാടില്ല. സ്വഹാബത്തിന്റെ ഖബറുകൾ വരെ ആ രൂപത്തിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഖബർ, ഒരു ഖബർ നമ്മളിങ്ങനെ പലപ്പോഴും ഉംറക്കൊക്കെ പോകുമ്പോൾ ആളുകളോട് നമ്മൾ പറയാം,
അവിടെങ്ങാനും ആ മക്കത്തെങ്ങാനും ഒരു നേർച്ച കുത്തി വെച്ചാൽ ലോകത്തുള്ള എല്ലാ പൈസയും അവിടെ വരും. എന്താ വെക്കാത്തത്? അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ ആ റസൂലിനെ മറവ് ചെയ്തിട്ടുള്ള അവിടെ ഒരു നേർച്ച കുത്തിയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവിടെ ഒരു എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് അതിൽ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏർപ്പാട് അവിടെ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടതാണത്. എന്റെ ഖബറിനെ ആ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ പ്രാർത്ഥനയാണത്. പക്ഷെ നമ്മൾ നാട്ടിൽ നോക്കൂ, അതെങ്ങാനും ഇവിടെ കിട്ടിയാൽ നമ്മളെന്താക്കും? ഒരു ജാറാക്കും, എന്നിട്ട് അത് പെയിന്റ്, പിന്നെ അയിമൽ മൂടി ഒരു ജാറം മൂടിയിട്ട് പച്ച വിരിതാക്കും. അവിടെ ആൾക്കാർ ചുറ്റും കൂടും, അവിടെ പിരിവ് വരും. ഇത് ദീനല്ല, ഇത് ദീനല്ല, ഇത് തീനാണ്. തീനാക്കി മാറ്റിയതാണ്. തീറ്റയും കൂടി മാക്കാക്ക. അതുകൊണ്ടാണല്ലോ ജനിച്ചോടത്ത് ഈ ഏർപ്പാട്, മരിച്ചോടത്ത് ഏർപ്പാട്. ആരോപം പിന്നാന്ന് പറഞ്ഞു, ഓരോ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചാൽ തന്നെ ഒരു 3 ലക്ഷം രൂപ ചെലവാണ്. കാരണം എന്താ? അതിനൊക്കെ ഓരോ ഓരിയാണ്. ഒരു ഉസ്താദിനെ ഒരു നാട്ടിക്ക് ജോലിക്ക് വിളിച്ചപ്പോ അയാൾ ചോദിച്ചു, അവിടെ നല്ല മരണമൊക്കെ ഉണ്ടായാലുണ്ടോ? കാരണം മരിച്ചാൽ നല്ല കാര്യമാണ്. കാരണം അതിൽ ഓരോ സംഗതി 3ന്റെ അന്ന്, ആണ്ടിന്റെ വില 7ന്റെ അന്ന്, അതേപോലെ 40, പിന്നെ ആണ്ടിന്. ഇതിൽ പാവപ്പെട്ടവരാണെങ്കിൽ ഇതൊന്നും വേണ്ടേ? ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ നിന്നും ആൾക്കാർ വല്ല കുടുംബക്കാരോടൊക്കെ പോകണം. അതുകൊണ്ടല്ലേ ഈ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് ഇതൊന്നും ആൾക്കാർ നോക്കൂല. ആ ശരിയായിക്കോളൂ, ആ ശരിയായിക്കോളൂ, അങ്ങനെയൊക്കെ ശരി, എല്ലാം ശരിയാക്കി ശരിയാക്കി. ആ രൂപത്തിൽ നമ്മൾ ആദർശം ശരിയാവും, ഒക്കെ തുമ്പില്ലാതാണ്. ഞാൻ സൂചിപ്പിക്കുന്ന സഹോദരങ്ങൾ, അവിടെയൊക്കെ നിലപാട് ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ്. ഇപ്പൊ തങ്ങന്മാരത്തെ പോലെ ഈ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിലെ പ്രചാരം നേടി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രചാരം നേടിയിട്ടുള്ള ഒരു നേർച്ചയാണല്ലോ ഓമാനൂർ സുഹദാക്കളുടെ നേർച്ച. എന്താണ് ഓമാനൂർ സുഹദാക്കൾ? നമ്മുടെ നാട്ടിലെ ഓരോ ഔലിയാക്കളെ കഥനെ നമ്മൾക്ക് പരിശോധിച്ച് നോക്കിയാൽ കുളിച്ചാത്ത ഔലിയ, അതാണ് അയാൾ ഏറ്റവും വലിയ ഒരു ഔലിയ എന്ന് പറഞ്ഞാൽ ആരാ? വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ നിയമങ്ങളും പരിധികളും ഒക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഔലിയാവാം. ഔലിയായ ഒരാള്, ഞാൻ ഔലിയ എന്ന് പറഞ്ഞു, ഒരാളെ ഞാൻ ഔലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഔലിയ എല്ലാം ഉറപ്പാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പടച്ചോ സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്നില്ല. അവരെത്തേക്ക് പോകണമെന്ന് പറയുന്നില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ടീമുണ്ടോ? ഇല്ലല്ലോ. തങ്ങന്മാര് എന്ന് പറഞ്ഞ ടീമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് തങ്ങന്മാർ. കേട്ടാ വിചാരിക്കും അള്ളാഹു റസൂൽ കേരളത്തിൽ വന്നൊരു കല്യാണം കഴിച്ച് ഒരുപാട് കുട്ടികളുണ്ടായി അതിലുള്ളതാണ്. ഇവിടുത്തെ നൂറെ ഹബീബ് പറഞ്ഞാൽ ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയാം, ആലോചിക്കാൻ വേണ്ടി പറയാം. കൊറോണക്കാർക്ക് ഒരുപാട് തങ്ങന്മാർ പുതിയതായിട്ട് ഇതൊക്കെ ഇവരൊക്കെ ക്വാളിറ്റി എന്താണ്? ഇവർ ദീനിൽ എന്താണ്? ഓമാനൂർ ശ്രോതാക്കൾ ആരോ ഓമാനൂർ ശ്രോതാക്കൾ വിമർശിക്കാനല്ല സഹോദരങ്ങൾ, ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മൾ പറയണ്ട ഈ ഓമാനൂർ സുഹദാക്കൾ ആരാണ് എന്ന് കൃത്യമായി. ഓമാനൂർ സുഹദാക്കളെ കുറിച്ച് അവരെ ആണ്ട് നേർച്ചകൾ നടത്തുന്ന ആൾക്കാരെന്നെ പറയാം. ആരാണ് ഓമാനൂർ സുഹദാക്കൾ? അവിടെ പറയുന്നത് ഓമാനൂർക്കാരനായ വേങ്ങര വീരാൻകുട്ടി എന്ന് പറയുന്ന ഒരാള്, അയാൾ രചിച്ച ഒരു കാവ്യ സമാഹാരമുണ്ട്. ആരാണ് ഈ ഓമാനൂർ സുഹദാക്കൾ എന്ന് അയാൾ പറയാം. അതിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഓമാനൂർ മുഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധീകരിച്ച ആ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഓമാനൂർ സുഹദാക്കളുടെ മത്. എന്താണ് അവരുടെ പ്രത്യേകത? എങ്ങനെ ഒരു സുഹദാക്കളായത് നിങ്ങൾ കേട്ടോളൂ. ഇത് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ലജ്ജ തോന്നും. ഇതിന്റെ വരികൾ പാടാൻ എനിക്ക് ലജ്ജ, പക്ഷെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ കാര്യം അവർ തന്നെ രചിച്ച് ഞാൻ പാടുന്നു. എന്നാൽ അവരെ കുറിച്ചുള്ള വീരശൂര പരാക്രമങ്ങൾ, അവരുടെ ഭയങ്കര വീരത്വം വരാൻ ഓമാനൂർ സുഹദാക്കളുടെ പ്രത്യേകത പറഞ്ഞു പോയിക്കോളി. അതിശയ രണകേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ സമാനിയിലില്ല. ഓമാനൂർ സുഹദാക്കളെ കുറിച്ച് അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടി പറയാൻ പറ്റിയ ആൾക്കാരൊന്നും ഈ സമാനിലില്ല, ഈ ലോകത്തില്ല. ഇതിന് കിട്ടിയതിനനുസരിച്ച് അദ്ദേഹം പറയാണ് എന്താണ് അവരുടെ പ്രത്യേകത, എന്താണ് അവരുടെ ശുഹദാക്കളാവാൻ എങ്ങനെ ശുഹദാക്കളായത് എന്നാണ് എന്നിട്ട് വിശദീകരിക്കുന്നത്. കേട്ടോ, നമുക്ക് അത്ഭുതം തോന്നി. ഇതാണോ ശുഹദാക്കൾ? എന്നിട്ട് ഇതിനെ ആരാധിക്കുക, ഇതിന്റെ മുന്നിൽ ഇവർക്ക് നേർച്ച വഴിപാടുകളാക്കുക. നോക്കിക്കോട്ടോളൂ. ഇല്ലെങ്കിലും പതിവോമാരായികൾ ചെയ്ത് ചെയ്തായൊരു മുപ്പരാ അല്ലാഹുവിൻ കൃപ ലഭിച്ചോരാ മാലിക് ഹസൻ കുലത്തിൽ ജനിച്ചോരാ. അവരുടെ
വീരശൂര പരാക്രമങ്ങൾ പറയാണ്. ഭയങ്കര തറവാട്ടേരാണ് ഓല്. ആര്? ഈ ഓമാനൂർ ശുഹദാക്കൾ. എന്താണ് ഓലെ ഭയങ്കര വീരശൂര പരാക്രമം? എന്താ? കൊല്ലുന്ന സിംഹച്ചോടിയും ശൂജാഅത്ത്, കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ, വെല്ലും ചെറുപ്പ പ്രായത്തിൽ മികവുത്തെ, ഭീകരനാം കുഞ്ഞിപ്പോക്കർ ഇസ്മൊത്തെ, മൂന്നാമൻ മൊയ്തീൻ ഒന്നാമൻ. കുഞ്ഞിപ്പോക്കര് അതുപോലെ തന്നെ മൊയ്തീൻ എന്നൊക്കെ പറയുന്ന ഈ കുഞ്ഞാലി എന്നൊക്കെ പറയുന്ന 2-3 ആളുകൾ വീരശൂര പരാക്രമികളാണ്. ഭയങ്കര ആരോഗ്യമുള്ളവരാണ്, ഭയങ്കര പ്രസിദ്ധരാണ്. എന്താണ് അവരുടെ വീരശൂര പരാക്രമം? എന്തിനാണ് അവർ ഷഹീദായത്? കേട്ടോളൂ സഹോദരങ്ങളെ. അന്ന് അവരിൽ വന്ന മട്ടാനെ യുദ്ധം, നിർബന്ധമായതിൽ പെട്ടാനെ കന്നം, ഹിന്ദുക്കൾ വന്നിട്ടാനെ കണ്ട വീടും മറ്റും ഏരിത്തിട്ടാനെ. ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘടനയാണ്. അതായത് കൊന്നത് ഹിന്ദുക്കളും മരിച്ചത് മുസ്ലിം പേരുള്ള ആൾക്കാരും ആയതുകൊണ്ട് അതെന്തായി ഷഹീദായി എന്നുള്ളതാണ്. എന്തിനാ അവര് മരിച്ചത്? ആ രൂപത്തിൽ സംഘടനയാണ്. എന്തിനാണ് ആ സംഘടന ഉണ്ടായത്? കേട്ടോ, ആ സംഘടന ഉണ്ടായത് എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എമ്പും കുഷായിൽ എന്നൊരു ദേശത്ത് അന്ന് സ്വരൂപകൂലത്തിൽ പ്രകാശിത്ത് അമ്മാളു അമ്മ എന്നൊരു ഓമന നാമത്തെ നാട്ടോടെ കേളി കേട്ടോളാ. അമ്മാളും അമ്മയാണ് കാരണക്കാരി. നാട്ടിൽ കേളി കേട്ട ഒരു സഹോദരിയാണ് അമ്മാളും അമ്മ. ആളുകൾ തോന്നിവാസം ചെയ്യാൻ പോകല് ആ അമ്മാളും അമ്മന്റെ അടുത്തേക്കാണ് ആ നാട്ടില്. അതുകൊണ്ട് തന്നെ അമ്മാളും അമ്മന്റെ അടുത്തേക്ക് കുഞ്ഞിപ്പോക്കരും വൈദ്യനും കുഞ്ഞാലിയും ഒക്കെ പാടെ പോയതാണ് വിഷയം. അങ്ങനെയാണ്. അപ്പൊ എന്തുണ്ടായി? അവിടെ പോയ സമയത്ത് ആ വീട്ടിലുള്ള ഗൃഹനാഥനും അവിടെയുള്ള ആളുകൾ ഇത് കണ്ടപ്പോ കീറിട്ട വറകിട്ട് തച്ചട് കൊന്നു. അപ്പൊ തച്ചർ അമുസ്ലിങ്ങളായി, മരിച്ചത് മുസ്ലിം പേരുള്ളവരായി, ഇവര് ശുഹദാക്കളായി. എന്നിട്ട് ആരാണ് അമ്മാളും അമ്മ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പറയാൻ ലജ്ജുണ്ട്, എന്നാലും കേട്ടോളെ. അമ്മാളും അമ്മാന്റെ കുറച്ച് മധുകളാ പറയുന്നത്. എന്താണത്? കേട്ടവർ പങ്കജപ്പൂ പോലെ ഹേമ, ചുണ്ടും ചിരിയും മഴകാലേ, മുട്ട് മലർന്ന പൂ പോലെ മുഖം, ചെപ്പ് പതിച്ച സ്തനമാലേ, കട്ടിയടിത്തായം ചന്തി കുലുക്കിയിട്ട് കൈവീശി ഹന്ന നടത്തം നടന്നിട്ട് കുട്ടികേജത്തിന് വട്ടം തേരുത്തിട്ട കുഞ്ചിക്കുഴഞ്ഞ് വാരുന്നത് കണ്ടിട്ട് പെട്ടാളും എസ് വിട്ടാളും. വിശദീകരിക്കാൻ കൊള്ളൂല. ഈ ഏർപ്പാട് ഇതാണ് ഓമാനൂർ ശുഹദാക്കളെ മദ്ഹാണ്. ഇവരാണ് ശുഹദാക്കള്. ഇതാണ് ശുഹദാക്കള്, ഓമാനൂർ ശുഹദാക്കള്. എന്തിനാ ഷഹീദായത്? അതെന്തായാലും കാരണം എന്തൊക്കെ പഠിച്ചോന്നുമായിട്ട് ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, അവരുടെ പേരിലാണ് ഓമാനൂർ നേർച്ച നടക്കുന്നത്. ഇത് ഇസ്ലാമിലെ നേർച്ചയല്ല എന്നാണ്, ഇത് കൊടിയ ശിർക്കാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഇവരെ പേരിലാണ് നേർച്ചയാക്കണം കേട്ടോ. ഇവരോട് വിളിച്ച് പ്രാർത്ഥിക്കാണ്. സ്വന്തം തലക്ക് അടി കിട്ടിയിട്ട് അതുവരെ തടുക്കാൻ പറ്റാത്ത ആൾക്കാരെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഓമാനൂർ ശുഹദാക്കൾ നേർച്ചന്റെ എന്താ പ്രാർത്ഥിക്കുക? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽ റിയാസതി സായിരീനാ അഈസൂനാ ഇദസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അല്ലയോ ഓമാനൂർ ശുഹദാക്കളെ, നിങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് സഹായം തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം തടുക്കേണ്ടത് ഓമാനൂർ ശുഹദാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓമാനൂർ ശുഹദാക്കളിലേക്ക് നേർച്ചയാക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. ആ രൂപത്തിലുള്ള ആളുകളെ വിട്ടുകൊണ്ട് നമുക്കൊരല്ല പോരെ എന്നാണ് കൃത്യമായി സഹോദരങ്ങളെ നമുക്ക് ചോദിക്കാറുള്ളത്. ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒരൊറ്റ ആയത്ത് മാത്രം സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ വേദനയോടുകൂടെയാണ് പറയുന്നത്. നമ്മുടെ സമുദായത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ഒരു വിഭാഗം അതാ. ഈ
ഈ രൂപത്തിൽ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ചുപോയ തങ്ങന്മാരെയും അതുപോലെ തന്നെ ബീവിമാരെയും മഹാന്മാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ അവർ അതാ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ അവർ ഇത് ഏറ്റെടുക്കുമോ? പ്രിയപ്പെട്ടവരെ, അവർ നമുക്ക് വക്കാലത്ത് പറയുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതല്ലേ? നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനത നാളെ പരലോകത്ത് ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം അതാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആനത സൂറത്ത് മാഇദ അതിന്റെ 116-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് നാളെ പാരത്രിക ലോകത്ത് ഈസാ നബിയോട് ചോദിക്കുമത്രേ, വഇദ് ഖാല അല്ലാഹു തആല പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസാ, അൻത ഖുൽത ലിന്നാസ്, ഈ ജനങ്ങളോട് താങ്കൾ പറഞ്ഞിരുന്നുവോ? താങ്കളാണോ ഈ ജനങ്ങളോട് പറഞ്ഞത്? മിൻ ദൂനില്ലാഹ്, അഥവാ ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കുവീൻ എന്ന് നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് എന്ന് നാളെ പാരത്രിക ലോകത്ത് വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അതേ ഓരോ പ്രവാചകന്മാരോടും ചോദിക്കുന്ന രംഗം വിശദീകരിക്കുമ്പോ മഹാനായ ഈസാ നബിയോട് ചോദിക്കുന്ന രംഗം, ആ സമയത്ത് ഈസാ നബി മറുപടി പറയുമത്രേ, ഖാല സുബ്ഹാനക, അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ഹഖ്ഖിൻ, എനിക്ക് ഒരിക്കലും അവകാശമില്ലാത്ത കാര്യം ഞാൻ പറയുകയില്ലല്ലോ റബ്ബേ, എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ റബ്ബേ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അത് അറിയുമായിരുന്നല്ലോ റബ്ബേ. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് നീ അറിയുന്നവനല്ലേ റബ്ബേ. വലാ അഅലമു മാ ഫീ നഫ്സിക, എന്നാൽ നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ലല്ലോ റബ്ബേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്നോട് കൽപ്പിച്ച കാര്യമല്ലാതെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല റബ്ബേ. എന്നാണ് നീ എന്നോട് കൽപ്പിച്ചത്? അനിഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബുക്കും, അതായത് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നത് മാത്രമാണ് നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് റബ്ബേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് റബ്ബേ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ പാരത്രിക ലോകത്ത് വെച്ച് റബ്ബിനോട് മറുപടി പറയുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനും സാക്ഷിയായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുമ്പോൾ ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഈ സമുദായം ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും നീയാണോ ഇവരോട് കൽപ്പിച്ചത് എന്ന അല്ലാഹുവിന്റെ ആ ചോദ്യമുണ്ടല്ലോ, അള്ളാന്റെ ആ ചോദ്യമുണ്ടല്ലോ. നീയാണോ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? നീയാണോ ബദരീകളെ കാക്കണേ എന്ന് പറയാൻ പഠിപ്പിച്ചത്? നീയാണോ മമ്പുറന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? നീയാണോ മന്ത്രിച്ചൂതി കെട്ടാൻ പറഞ്ഞത്? ഈ രൂപത്തിലുള്ള ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോ കെട്ടിപ്പൊക്കിയ മക്കബറകൾ തകർക്കുവാൻ വേണ്ടി സ്വഹാബത്തിനെ നിയോഗിച്ച ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ ജാറങ്ങളുടെയും മക്കബറകളുടെയും സമീപങ്ങളിൽ കാണിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അതാ അല്ലാഹു തആല പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെക്കുമ്പോ അതിന്റെ പ്രവാചകന്റെ മറുപടിയും ഈ മറുപടി തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ
എന്നെയും എന്റെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ നീയാണോ പറഞ്ഞത് എന്ന ആ ചോദ്യം ചോദിക്കുന്നത് പോലെ ഇതൊക്കെ നീയാണോ ഇവരോട് പറഞ്ഞത് എന്ന് പറയുമ്പോ ഖാല സുബ്ഹാനക റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ഹഖ്ഖിൻ, എനിക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്തത് റബ്ബേ ഞാൻ അങ്ങനെ പറയുകയില്ലല്ലോ. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് നീ അറിയുന്നവനല്ലേ റബ്ബേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ പാരത്രിക ലോകത്ത് വെച്ച് കഴിയ വരുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഈമാൻ നമ്മൾ ദൃഢമാക്കണം. എല്ലാത്തിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ഏകനായ റബ്ബിൽ പരമേൽപ്പിക്കണേ. നിർഭയത്വമുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കണേ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിനെ മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അവനിൽ മാത്രം പരമേൽപ്പിക്കണം. അവനാണല്ലോ നമ്മുടെ സൃഷ്ടാവ്. അവനിലേക്കാണല്ലോ നമുക്ക് തിരിച്ചു പോകാനുള്ളത്. ഈ ലോകത്ത് നമ്മെ അല്ലാത്ത പലതിനെയും പറഞ്ഞ് പേടിപ്പിച്ച പല ദൈവങ്ങളും തങ്ങന്മാരും നേതാക്കന്മാരും ഒക്കെ ഒരിക്കലും നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷിയായിട്ട് വരില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അതേ പിന്തുടർന്ന അനുയായികളെ വിട്ടുകൊണ്ട് അതേ നേതാക്കന്മാർ വിട്ടൊഴിഞ്ഞു പോകുന്ന ദിവസം, ആ ഒരു ദിവസമുണ്ട്. നേതാക്കന്മാരും അനുയായികളും ഒക്കെ അകന്നകന്നു പോകുന്ന ഒരു ദിവസം. ഇതിലധികം സഹോദരങ്ങളെ, സ്വന്തം മക്കളെ പോലും പരിഗണിക്കാത്ത ഒരു ദിവസമില്ലേ? അതല്ലേ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ. അതേ സഹോദരങ്ങളെ, സ്വന്തം മക്കൾ നമ്മെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, സ്വന്തം മാതാപിതാക്കൾ നമ്മെ പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ദിവസം, സ്വന്തം കൂടെ കിടന്ന സഹധർമ്മിണി നമ്മളെ പരിഗണിക്കാത്ത ദിവസം, അതെ ലികുല്ലിം ബിഇം മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചിന്തിക്കാനുള്ള ആ ഒരു ലോകം, ആ ഒരു ലോകത്ത് ഒരു നേതാവും ഉണ്ടാവുകയില്ല, ഒരു തങ്ങളും സാക്ഷിയായിട്ടുണ്ടാവില്ല, ഒരു ഏർവാടിയ ശൈഖും ഉണ്ടാവില്ല, ഒരു പുത്തനങ്ങാടി ശുഹദാക്കളും ഉണ്ടാവൂല, ഒരു മമ്പുറം തങ്ങളും ഉണ്ടാവൂല, ലോകത്തൊരു തങ്ങളും ഉണ്ടാവൂല. അവിടെ ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ കോടതിയിൽ കൃത്യമായി നമ്മൾ ഇങ്ങനെ മറുപടി പറയേണ്ട ആ ഒരു രംഗം വരുമ്പോ, പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന രംഗത്ത് പോലും ഈ രൂപത്തിൽ ഏറസും മൈക്കല്ലും കെട്ടിയിട്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവരുടെ കാര്യം പരാജയം തന്നെ. ആലോചിക്കണം, നമ്മുടെ ആഖിറം നന്നാവണം. ആരോടെങ്കിലും ജയിക്കാനല്ല പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്, ആരെങ്കിലും അടിച്ചിരുത്താനും അല്ല പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അതാ 40 വയസ്സ് വരെ അൽ അമീൻ ആയിരുന്നു. നമ്മുടെ ഈ സ്കൂളിന്റെ പേര് പോലും അൽ അമീൻ എന്നാണ്. വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു. 40 വയസ്സ് വരെ കുടുംബക്കാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു നല്ല കാര്യം ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം കൊള്ളരുതാത്തനായപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഒരു കലിമത്ത് പറഞ്ഞപ്പോ സർവ്വവിധത്തിനെയും സുവായിനെയും യഊഖിനെയും യഊസിനെയും ലാത്തയെയും ഉസ്സയെയും ഒക്കെ വിട്ടുകൊണ്ട് ഏകനായ റബ്ബിലേക്ക് വരണം. നിങ്ങൾക്കൊരു അല്ലാഹ് പോലെ അലൈസല്ലാഹു ബിഗാഫിൻ അബ്ദാ, നിങ്ങൾക്കൊരു റബ്ബ് പോലെ എന്ന ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ്, ആ ഒരു സത്യസന്ദേശം അവർക്ക് പകർന്നു നൽകിയപ്പോഴാണ് കുടുംബക്കാർ ശത്രുക്കളായത്, നാട്ടുകാർ എതിർത്തത്, ഊരുവിലക്കുണ്ടായത്. 3 വർഷക്കാലം അബൂതാലിബിന്റെ താഴ്വരയിൽ പച്ചിലയും വെള്ളവും കുടിച്ചുകൊണ്ട് മൃഗങ്ങൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ച് പട്ടിണി കിടന്നുകൊണ്ട് ഊരുവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ആ റസൂലത ഒരിക്കൽ പോലും നിങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്റെ പേരിൽ ഒരു മൗലിദ് ഓതിക്കോ എന്ന് പറഞ്ഞിട്ടില്ല, എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്ന പല രൂപത്തിലുള്ള ചാരങ്ങളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. സങ്കടങ്ങൾ വരുമ്പോ റബ്ബിലേക്ക് കരങ്ങൾ നീട്ടാനാണ്. സന്തോഷങ്ങൾ വരുമ്പോ റബ്ബിനെ സ്തുതിക്കാനാണ്.
ജീവിക്കാനാണ് ആ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അരയിലും കൈത്തണ്ടകളിലുമൊക്കെ ഈ ശബ്ദം ശ്രവിക്കുമ്പോഴും നമ്മുടെ കൈകളിലും മരത്തിലുമൊക്കെ ആ രൂപത്തിൽ ലേലസുകൾ ഉണ്ടെങ്കിൽ, മന്ത്രിച്ചൂരിയ ചരടുകൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് വലിച്ചെറിയണം സഹോദരങ്ങളെ. ഈ ശബ്ദം നാളെ പാരത്രിക ലോകത്ത് അതേ സാക്ഷിയായിട്ട് വരും പ്രിയപ്പെട്ടവരെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ശബ്ദം നമുക്ക് കൃത്യമായി സാക്ഷിയായിട്ട് വരും സഹോദരങ്ങളെ. ഭൂമി അതിന്റെ വർത്തമാനം ഇങ്ങനെ പറയുന്ന ഒരു ദിവസമുണ്ട്. അതേ അല്ലാഹു തആല കൃത്യമായി അതിന്റെ വഹി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിച്ചില്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോ മുഖവിലക്കെടുത്തില്ലെന്ന മറുപടിയാണെങ്കിൽ പരാജിതരായി പോകും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആഖിറം നന്നാവണം, കുടുംബത്തോടെ സ്വർഗത്തിലെത്തണം, ആദർശ കുടുംബമാവണം, കുടുംബത്തിൽ സന്തോഷമുണ്ടാവണം, മക്കളെ ദീന് പഠിപ്പിക്കണം, ഖുർആനുമായി ബന്ധമുണ്ടാകണം. ആ രൂപത്തിൽ ഭൗതികതയുടെ പ്രസരിപ്പിൽ ഒരുപാട് പളവളപ്പിൽ ഇങ്ങനെ ജീവിക്കാനല്ല, ആഖിറത്തെ കുറിച്ച് ഓർക്കണേ, റബ്ബിനെ കുറിച്ച് ഓർക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണം. അതിന് വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിന് വേണ്ടി നമ്മുടെ കർമ്മം നന്നാക്കണം, നമ്മുടെ വിശ്വാസം നന്നാക്കണം. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മംഗള അനാഥശാലയുടെ കീഴിലാണല്ലോ ഈ പ്രഭാഷണം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഈ നാടുകളിൽ തൗഹീദിന്റെ ഈ രൂപത്തിലുള്ള വെള്ളി വെളിച്ചം പരത്തിയത് അതിന് കാരണക്കാരായ ഒരുപാട് ആളുകൾ. നോക്കൂ നിങ്ങൾ, ഇതുപോലെ ഈ രൂപത്തിൽ ഇവിടെ സംസാരിക്കാനും ഒരുമിച്ച് കൂടാനും നമ്മൾ ഇതാ അതിന് വേണ്ടി തുടക്കം കുറിച്ച മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ. അതിൽ പ്രധാനിയായ ഒരു വ്യക്തിത്വമാണല്ലോ മംഗള അബ്ദുൽ അസീസ് മൗലവി. അദ്ദേഹം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്, ഈ അനാഥശാല എന്ന് പറയുന്നത്, അതിന്റെ അനന്തരമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളോ വിട്ടുപിരിഞ്ഞോ ഒരിക്കലും സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ രൂപത്തിൽ സ്ഥാപനങ്ങളെ പടുത്തുയർത്തിയത്. മരണപ്പെട്ടു പോകുമ്പോ 3 കഷ്ണം തുണിയും തന്റെ അമലുകളും അല്ലാതെ മറ്റൊന്നും കൊണ്ടുപോയിട്ടില്ല. ആരും കൊണ്ടുപോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവണം. ആ അടയാളപ്പെടുത്തലാണ് ആ മഹാമനുഷ്യൻ ചെയ്തു പോയത്. കൂടെ നിന്ന് ഒരുപാട് പ്രവർത്തിച്ച ആളുകൾ, ഞാൻ പ്രത്യേകം പേര് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉത്ഭവിച്ചിട്ടുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ് ഈ അൽ അമീൻ സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ അതേ പുതിയ നൂതന സംവിധാനത്തോടു കൂടെയുള്ള പഠന രീതിയോടുകൂടെ അതാ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ കോടതിയിൽ ദീനും അതുപോലെ തന്നെ ഭൗതികതയും ഒക്കെ ആഖിറവും ഒക്കെ ആ രൂപത്തിൽ ചോദ്യം ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമുക്കും പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കൈകാര്യകർത്താക്കളായിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മെ പോലെയുള്ള ആളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ റബ്ബിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് കൊണ്ട് നടക്കുകയും റബ്ബ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നാളെ പാരത്രിക ലോകത്ത് ആരും നമ്മെ സഹായിക്കാനില്ലാത്ത ആ ഒരു രംഗത്ത് നമ്മുടെ അവരുകൾ ഇങ്ങനെ നോക്കുമ്പോ അതേ ധാർമ്മിക പ്രവർത്തനത്തിന്, ആദർശ പ്രബോധനത്തിന്, അനാഥ സംരക്ഷണത്തിന്, വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുള്ള, അതിന് സഹായിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ, റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ പോകരുത്. അവരൊക്കെ നമുക്ക് വേണ്ടി ഇത് വിട്ടേച്ചു പോയി സഹോദരങ്ങളെ. അല്ലാഹു തആല അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ വിരിച്ചു വെച്ച ഈ രാജപാതയിൽ സഹോദരങ്ങൾ നമ്മളൊക്കെ സുഖമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചു ബഹുമാനായ ഉമർ തയ്യിബ്, പിടിയരി കൊണ്ടാണ് ഇതിന്റെ തുടക്കം. ഓരോ വീട്ടിലും കുറ്റി വെച്ചിട്ടും പിടിയരികൾ കൊടുത്തും ഒക്കെ, പിടിയരി കൊടുത്തിട്ടൊക്കെയാണ് ഇതിന്റെ തുടക്കം. ഇന്ന് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇത് ഏറ്റെടുത്ത് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പരമാവധി സജീവമായി ഇത്തരത്തിലുള്ള ദീനി പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആഖിറമാണ്, പരലോകമാണ്, മറ്റൊന്നുമല്ല.
സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളെ തൃപ്തിപ്പെടുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ ഇതിന്റെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ മഖബറകളിൽ അവർ മറ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മളും അങ്ങോട്ട് തന്നെ പോകാതെ ഒന്ന് നേരെ തിരിഞ്ഞിരുന്നാൽ നമുക്ക് പോകാനുള്ളത് ഏതാനും ദൂരെ മീറ്ററുകൾക്ക് അപ്പുറത്താണുള്ളത്. നമ്മൾ കടന്ന വീട്ടിൽ നിന്ന് അവിടെ തിരിച്ചു പോയിട്ട് ഒന്നും കൊണ്ടുപോകാതെ കൊണ്ടുവരും. അവിടേക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമില്ല. ഈ വിശ്വാസം ക്ലിയർ ആവാതെ ഈമാൻ ദൃഢമാക്കണം. ശിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഏകനായ അല്ലാഹുവിൽ മാത്രം വരമേൽക്കണം. അല്ലാഹു തആല ആ രൂപത്തിൽ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഏകനായ റബ്ബിൽ വരമേൽപ്പിക്കുന്ന, അവരെ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവിധ ഏർപ്പാടുകളിൽ, ജോലികളിൽ, കൃഷികളിൽ, കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ അവരുടെ എല്ലാ രൂപത്തിലുള്ള ഏർപ്പാടുകളിലും, അവരുടെ ജോലികളിൽ, അവരുടെ കൃഷികളിൽ, അവരുടെ കച്ചവടങ്ങളിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഈ സംവിധാനത്തിന് സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഇതിനെ പിന്തുണച്ചിട്ടുള്ള സർവ്വ ആളുകൾക്കും നാഥ നീ സർവ്വവിധത്തിലുള്ള അനുഗ്രഹവും പ്രദാനം ചെയ്യണേ. അവരിൽ നിന്ന് നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.